ഓക്കെ, സോ നമ്മളിനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ എന്താണ് പറയുക, അമെൻമെൻറ്റ്സ് ആണ് ഫോർ ദിസ് കമ്മിങ് സെപ്റ്റംബർ 2024 സി എ ഫൈനൽ സി എൻ്റർ അല്ലെങ്കിൽ വരുന്ന ഡിസംബർ CMA ഇൻ്റർ ആൻഡ് ഫൈനൽ GSTയിലെ അമെൻമെൻറ്റ്സ് ആണ് അല്ലേ. ഓക്കെ, സോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് പറയുക, ആദ്യം ഇൻ്ററിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതായത് ഇൻ്ററിൻ്റെ കാര്യം ഈക്വലി അപ്ലിക്കബിൾ ഫോർ ഫൈനൽ ആൾസോ. ഇപ്പോൾ ഇൻ്ററിൻ്റെ അമെൻമെൻറ്റ്സ് ഡിസ്കസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമുക്ക് എക്സ്ക്ലൂസീവ് ഫൈനൽ നമുക്ക് സെക്ഷൻ 74 ഒക്കെ അവിടെ 74 ഒക്കെ അവിടെ നല്ലൊരു അമെൻമെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇൻ്ററിൻ്റെ കുട്ടികളെ പറഞ്ഞു വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫൈനൽ ഡിസ്കസ് ചെയ്യാം അല്ലേ. ഓക്കെ, റെഡി. അപ്പോൾ ഏതായാലും നിങ്ങളുടെ കയ്യിൽ വേണ്ട ബുക്ക് ഒന്നെങ്കിൽ നമ്മുടെ ഫൈനലിൻ്റെ ബുക്കാണെങ്കിൽ 14th എഡിഷൻ ഉണ്ടാവും അല്ലേ. 14th എഡിഷൻ അത് ഇപ്പോൾ GST CA ഇൻ്റർമീഡിയറ്റ് ആണെങ്കിൽ 14th എഡിഷൻ ഉണ്ടാവും, സെപ്പറേറ്റ് ബുക്കാണ്. ആൻഡ് CMA ആണെങ്കിൽ IDT 4th എഡിഷൻ. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബൂസ്റ്റർ ബുക്ക് ഉണ്ടാവും അല്ലേ. ഫൈനലിൻ്റെ ബൂസ്റ്റർ ഉണ്ടാവും അല്ലെങ്കിൽ ഇൻ്ററിൻ്റെ ബുക്ക് ഉണ്ടാവും. അത് 3rd എഡിഷൻ ആണ് കേട്ടോ. ബൂസ്റ്റർ ബുക്ക് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയ ബുക്കാണല്ലോ. അപ്പോൾ 3rd എഡിഷനാണ്. സോ ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഈ അമെൻമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. സോ എനിവേ, ഇനി ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന ഇതൊന്ന് ജസ്റ്റ്, കാരണം ഇൻ്റർനെറ്റിൽ ചെറിയ 1-2 അമെൻമെൻറ്റ്സ് അതിൽ കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ നിങ്ങളുടെ ബുക്കിൽ അത് ഏറ്റവും അവസാന താഴെ ചെറിയ നോട്ടായിട്ട് കൊടുത്തത് ഞാൻ പിന്നെ കണ്ടത്. ഓക്കെ, സോ ഫൈനലിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇൻ്ററിൽ ഒന്നുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് നമ്മളുടെ ഇതിലേക്ക് വരാം. നമുക്ക് എല്ലാവർക്കും അറിയാം അമെൻമെൻറ്റ്സ് എന്നായിരിക്കും ഒരു 20-25% ക്വസ്റ്റ്യൻസ് അത് ചോദിക്കാം. അതുകൊണ്ട് അമെൻമെൻറ്റ്സ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എക്സാംസ്. ഓക്കെ, സോ ബി കെയർഫുൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ എങ്ങനെ പോകുന്നത് വെച്ചാൽ വെറുതെ എങ്ങനെ അമെൻമെൻറ്റ് എങ്ങനെ പറഞ്ഞു പോകല്ല, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനും അമെൻമെൻറ്റ് എന്തിനാണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതെന്താണ്, അതിൻ്റെ ഇംപ്ലിക്കേഷൻസ്, അത് ക്വസ്റ്റ്യൻസിൽ എങ്ങനെ വരും, അങ്ങനെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ കുറച്ചധികം ടൈം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചാപ്റ്റേഴ്സ് മറിച്ച് പോകാം. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓക്കെ അതിൽ വേറൊന്നും പിന്നെ ഉണ്ടാവില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ കോൺഫിഡൻ്റ് ആയിട്ട് പോകാം അല്ലേ. അല്ലെങ്കിൽ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും ഇതിൽ ഞാൻ എന്തെങ്കിലും അമെൻമെൻറ്റ്സ് കവർ ചെയ്യണ്ടോ. അപ്പോൾ ഞാൻ ഓരോ ചാപ്റ്റേഴ്സ് എല്ലാ സമയത്തും ചെയ്യുന്ന പോലെ ഇപ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ചാപ്റ്റേഴ്സ് ഫസ്റ്റ് ചാപ്റ്റർ അബ്സല്യൂട്ട് നോട്ട് റെലവൻറ്റ്, അത് വെറുതെ ഒന്ന് എന്ത് ചെയ്യുക, മറിച്ചുവിടുക. അതിലൊരു അമെൻമെൻറ്റും വരില്ല. പിന്നെ ഉള്ളത് സപ്ലൈ ചാപ്റ്ററാണ്. സപ്ലൈ ചാപ്റ്ററിലും അങ്ങനെ പ്രത്യേകിച്ചൊരു അമെൻമെൻ്റ് ഒന്നുമില്ല. ദർ ഈസ് നോ അമെൻമെൻറ്റ്. ഷെഡ്യൂൾ 1 അമെൻമെൻ്റ് ഇല്ല, ഷെഡ്യൂൾ 1 അമെൻമെൻ്റ് ഇല്ല, ആൻഡ് ഷെഡ്യൂൾ 2 അമെൻമെൻ്റ് ഇല്ല, ഷെഡ്യൂൾ 3 അമെൻമെൻ്റ് ഇല്ല. ഓക്കെ, ഇവിടെ ഒന്നും നമുക്ക് എന്ത് കാണാൻ കഴിയില്ല, അമെൻമെൻറ്റ്സ് കാണാൻ കഴിയില്ല. നോ അമെൻമെൻറ്റ്സ്. ഓക്കെ അല്ലേ, ഹാപ്പി അല്ലേ. കോമ്പോസിറ്റ് മിക്സ്ഡ് സപ്ലൈ അല്ലേ, അവിടെ ഒന്നും അമെൻമെൻറ്റ്സ് ഒന്നുമില്ല. സോ എൻജോയ്. ഓക്കെ, പിന്നുള്ളത് നമ്മളുടെ എന്താണ് പറയുക, ചാർജിങ് ചാപ്റ്ററാണ്. ഓക്കെ, ചാർജിങ് ചാപ്റ്ററിൽ ഓക്കെ ദാറ്റ് ഈസ് അമെൻമെൻറ്റ്സ്. എന്താണ് ചാർജിങ് ചാപ്റ്ററിൽ അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താണ് പറയുക, ആൽക്കഹോൾ ലിക്വറിന് ഫോർ ഹ്യൂമൻ കൺസംഷൻ ഗവൺമെൻറ്റിന് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, GST കൊണ്ടുവരാൻ കഴിയില്ല അല്ലേ. കാരണം എന്ന് വെച്ചാൽ നമ്മളെ കള്ളുടിയന്മാർ നമ്മൾ ആരാണ്, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് പറയും ഞങ്ങൾ സ്വന്തമായിട്ട് ഊറ്റിക്ക് വേണ്ട, നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സഹായം വേണ്ട. ശരിക്കും ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്, നമ്മൾ കള്ളുടിയന്മാരെ കാണുന്ന സമയത്ത് കൈകൂപ്പണം. കാരണം അവരുടെ വലിയൊരു പൈസ നമ്മുടെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത് നമ്മൾ ഇല്ലേ, എന്താണ് കേരളത്തിനൊക്കെ എസ്പെഷ്യലി നല്ലൊരു വരുമാനം കിട്ടുന്നൊരു പരിപാടിയാണ് അവരുടെ പിന്നെ കോൺട്രിബ്യൂഷനാണ്. നമ്മൾ കള്ളുടിയന്മാരെ കാണുമ്പോൾ കളിയാക്കാൻ പാടില്ല. ഓക്കെ, അവർ നമ്മൾ കൈകൂപ്പണം. സോ എനിവേ, അപ്പോൾ അതിൽ ഒരാളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആരാണത്? അൺഡീനേച്ചർഡ് എക്സ്ട്രാ ന്യൂട്രൽ പിന്നെ അൺഡീനേച്ചർഡ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഓർ റെക്ടിഫൈഡ് സ്പിരിറ്റ് യൂസ്ഡ് ഫോർ മാനുഫാക്ചർ ഓഫ് ആൽക്കഹോൾ ലിക്വർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. ഒന്നുമില്ല, പണ്ട് ആൽക്കഹോൾ ലിക്വർ ഫോർ ഹ്യൂമൻ കൺസംഷൻ മാത്രമായിരുന്നു GST പുറത്തുള്ളത്. ഇപ്പോൾ ഈ ആൽക്കഹോൾ നിർമ്മിക്കാനുള്ള ഒരു സാധനമാണ് അൺഡീനേച്ചർഡ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്നുള്ള സാധനം. അതുപോലെ തന്നെ റെക്ടിഫൈഡ് സ്പിരിറ്റ്, ഇതൊക്കെ മാനുഫാക്ചർ ഓഫ് ആൽക്കഹോൾ ലിക്വർ ഫോർ ഹ്യൂമൻ കൺസംഷൻ ആണ്. അതിനൊരു റോ മെറ്റീരിയൽസ് ആണ്. ആ റോ മെറ്റീരിയൽസിനും ഇപ്പം എന്തില്ല, GST ഇല്ല. അതും GST പുറത്തേക്ക് കൊണ്ടുവന്നു അല്ലേ. അപ്പോൾ അതാണ് സംഭവം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ നോൺ ടാക്സബിൾ സപ്ലൈ എന്നൊരു കോൺസെപ്റ്റ് പഠിച്ച ഓർമ്മ. നോൺ ടാക്സബിൾ, അപ്പോൾ ആൽക്കഹോൾ ലിക്വർ ഫോർ ഹ്യൂമൻ കൺസംഷൻ്റെ കൂടെ നിങ്ങൾ എന്തുകൂടെ ആഡ് ചെയ്യണം, ഈ അൺഡീനേച്ചേർഡ് സാധനം ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്യണം. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേര് പഠിക്കുക, അൺഡീനേച്ചേർഡ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഓർ റെക്ടിഫൈഡ് സ്പിരിറ്റ് അല്ലേ. നമുക്ക് ഈ കള്ളിൻ്റെ എന്താണ് ഭാഗം വേണ്ടി പോലെ പരിചയമില്ലെങ്കിൽ കൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി അതൊക്കെ പഠിക്കണം. ഓക്കെ, സെറ്റ്. ഇനി അപ്പോൾ അവിടെ ഒരു സെക്ഷൻ 9 ഒരു അമെൻമെൻറ്റ് ഉണ്ട്. ദേ ക്യാൻ ഈസിലി ടെസ്റ്റ് ഇൻ എക്സാംസ് ഓൾസോ. പിന്നുള്ള ഒരു അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ നമുക്കറിയാം സർവീസസ് ബൈ ഗവൺമെൻറ് പഠിച്ചിട്ടുണ്ടല്ലേ.
സർവീസസ് ബൈ ഗവൺമെൻറ്. അതിൽ ചെറിയൊരു കാര്യം പറയുന്നുണ്ട്. ഈ ഗവൺമെൻറ് ഫോർ ദിസ് പർപ്പസ് ആരൊക്കെ വരിക, ആരൊക്കെ ഗവൺമെൻറ് വരിക? സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, യൂണിയൻ ടെറിട്ടറി, ലോക്കൽ അതോറിറ്റി അല്ലേ? ലോക്കൽ അതോറിറ്റി. ഈ ലോക്കൽ അതോറിറ്റിയിൽ ആര് വരില്ല? DDA എന്ന് വെച്ചാൽ ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ്. അപ്പോൾ DDA എന്ന് മാത്രമല്ല ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്താണ്. അങ്ങനത്തെ ഏത് ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ത് വരില്ല? ഈ ലോക്കൽ അതോറിറ്റിയിൽ വരില്ല. ബിക്കോസ് they are similar to elected self-governed body and DDA doesn't meet such a requirement. അപ്പോൾ ലോക്കൽ അതോറിറ്റി പറയുമ്പോൾ ഒരു ഇലക്റ്റഡ് ആയിട്ടുള്ള സെൽഫ് ഗവർണിംഗ് ബോഡിയാണ് അല്ലേ? കാരണം പഞ്ചായത്തിലൊക്കെ ഇലക്ഷൻ അങ്ങനെയല്ലേ. പക്ഷേ DDA എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒരു ഇലക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതല്ല. അതുകൊണ്ട് ലോക്കൽ അതോറിറ്റിയിൽ പെടുത്താൻ പറ്റൂല എന്നാണ് ക്ലാരിഫിക്കേഷൻ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? ചിലപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മളുടെ എന്താണ് പറയുക, ഈ ഒരു ക്വസ്റ്റ്യനിലൊക്കെ ക്ലാരിഫിക്കേഷൻസിൽ അതേ വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ DDA എന്ന് വെച്ച് തന്നെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കും. DDA എന്താണ് ഒരു സർവീസ് ചെയ്തു, അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, അത് ഗവൺമെൻറ് ആണ്, അപ്പോൾ RCM ആണല്ല. അത് സാധാരണ പോലെ നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. സാധാരണ ഒരു സപ്ലയർ ചെയ്യുന്ന ടാക്സേഷൻ ആണ് അവർക്ക് വരിക, FCM. ഓക്കെ, ഫൈൻ. അപ്പോൾ അത് മനസ്സിലാക്കുക. DDA എന്തെല്ലാം ലോക്കൽ അതോറിറ്റിയിൽ പെടുത്തൂല. പിന്നുള്ളത് ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്, റെൻറ്റിങ് ഓഫ് ബിൽഡിംഗ്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഇതെന്ന് ഉറപ്പായാലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതാക്കേണ്ടത്. കാരണം കണ്ടിന്യൂസ്ലി 2 എക്സാംസിൽ വന്ന അമെൻമെൻറ്റ് വന്നൊരു ഏരിയയാണ് ഈ സാധനം. അതായത് എന്താണ് ഇവർ ഉദ്ദേശം എന്ന് വെച്ചാൽ അതായത് എന്താണ് ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ലെറ്റ്സ് സീ, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരു റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് ആണ്. റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ്, താമസിക്കാനുള്ള വീട്. അത് നമ്മൾ സാധാരണ വാടക കൊടുക്കുകയാണ്. നോർമൽ കേസിൽ റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് ആരാ വാടക എടുക്കുക? അൺരജിസ്റ്റർഡ് ആയിട്ടുള്ള താമസിക്കുന്ന ആളുകളല്ലേ. അപ്പോൾ അത് നോർമലി എക്സംപ്റ്റ് ആണ്. പിന്നെ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാൾക്കാണ് വാടക കൊടുക്കുന്നതെങ്കിൽ അത് ടാക്സബിൾ ആണ് അണ്ടർ RCM. ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ അതിൽ പ്രൊപ്പറേറ്റർ പേഴ്സണൽ പർപ്പസിനാണെങ്കിൽ GST പഠിച്ചിട്ടുണ്ടാവും, അത് പറയാം. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു നോർമൽ കേസ് എന്ന് വെച്ചാൽ. ഓക്കെ, നൗ ലിസൺ എവരിവൺ ഹിയർ. ഇവിടെ മാറ്റല്ല, ഇവിടെ അല്ല അമെൻമെൻറ്റ്. എന്താ അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്, ഇത് റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് ആണ്, ഇത് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ്. കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് നോർമലി ആരോ വാടക എടുക്കുന്നുണ്ടാവുക? ബിസിനസ് എൻറ്റിറ്റി ആണ് അല്ലേ. അപ്പോൾ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് നോർമലി ടാക്സബിൾ ആണ് അണ്ടർ FCM. നോർമലി യാതൊരു എക്സംഷനും ഇല്ല കേട്ടോ. കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന് യാതൊരുവിധ എക്സംഷനും ഇല്ല. അത് നോർമൽ ടാക്സബിൾ ആണ് അണ്ടർ FCM. ഓക്കെ, പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ വരികയാണെങ്കിൽ ഏതാണെങ്കിൽ ഈ ഓണർ അൺരജിസ്റ്റേർഡും ഈ ടെനന്റ് അതായത് ആ ബിസിനസ് സ്ഥാപനം രജിസ്റ്റേർഡുമാണെങ്കിൽ അത് RCM ആണ്. ഇരട്ട കേസിലാണ് RCM വരിക. ഓണർ അത് ഇപ്പം നിങ്ങൾ നാട്ടിൽ ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ നാട്ടിലൊരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിംഗ് ഓണർ രജിസ്റ്റേർഡ് അല്ല, പക്ഷേ ബിൽഡിങ്ങിൽ ഉള്ള ബിസിനസ് സ്ഥാപനം രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ അവരെന്ത് ചെയ്യണം? RCM പ്രകാരം ഇവരെന്ത് ചെയ്യണം? GST അടയ്ക്കണം. സാധാരണ നമ്മൾ GST അടച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അത് ITC ആയിട്ട് തിരിച്ചു കിട്ടും. അതായത് RCMൽ നമുക്ക് ITC കിട്ടും. കാരണം 2(62) എന്ന ഡെഫിനേഷൻ ITC ഡെഫിനേഷനിൽ പറയുന്നുണ്ട് ITC ഇൻക്ലൂഡ്സ് RCM. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? RCMൽ കൊടുക്കുന്ന എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ITC ആയിട്ട് തിരിച്ചു കിട്ടും, നോ ഇഷ്യൂസ്. പക്ഷേ ഈ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾ ഒരു കോമ്പോസിഷൻ ഡീലർ ആയിരുന്നെങ്കിൽ എന്താ പ്രശ്നം? അവർ രജിസ്റ്റേർഡ് ആണ്. കോമ്പോസിഷൻ ഡീലറും രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. കാരണം രജിസ്റ്റേർഡ് പേഴ്സൺ ഇതർ റെഗുലർ അല്ലെങ്കിൽ കോമ്പോസിഷൻ. അപ്പം ഇത് വന്ന സമയത്ത്, ഈ ഒരു അമെൻമെൻറ്റ് വന്ന സമയത്ത് ഇവിടെ കോമ്പോസിഷൻ ഡീലർ ആയിരുന്നെങ്കിലും RCM കൊടുക്കണമായിരുന്നു. പക്ഷെ അവർ കൊടുത്ത GST ITC കിട്ടില്ല. കാരണം കോമ്പോസിഷൻ ഡീലർക്ക് ITC കിട്ടൂല. അത് വലിയ പ്രശ്നം ഉണ്ടാക്കി. കാരണം നമ്മളുടെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളും കോമ്പോസ് സ്കീമാണ്. അപ്പം അവർ ഈ പറഞ്ഞ ITC കിട്ടില്ല, അവർക്ക് വലിയൊരു എക്സ്പെൻസ് പോവാണ്. അപ്പോൾ ഗവൺമെൻറ് ആ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ടൊക്കെ വിഷമിക്കണ്ട, നിങ്ങൾ എന്താണ്, ഞാൻ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കി തരാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ രജിസ്റ്റേർഡ് പേഴ്സൺ കോമ്പോസിഷൻ ഡീലർ ആണെങ്കിൽ RCM വരില്ല. നോ RCM. അതാണ് അമെൻമെൻറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് അമെൻമെൻറ്റ്? ഈ പറഞ്ഞ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ കേസിൽ എപ്പോഴാണ് RCM വരിക? സപ്ലയർ അൺരജിസ്റ്റേർഡും റെസീപ്പിൻ രജിസ്റ്റേർഡും. പക്ഷേ ആ രജിസ്ട്രേഷനിൽ ആരും പെടൂല? കോമ്പോസിഷൻ ഡീലർ പെടൂല. അത്രയുള്ള അമെൻമെൻറ്റ്. ഓൾ ഓഫ് യു ക്ലിയർ വിത്ത് ദിസ്? യെസ്. പിന്നെ ഉള്ള ഒരു അമെൻമെൻറ്റ് എവിടെ നമുക്ക് നോക്കാം. ദിസ് ആൾസോ an important amendment. സ്പോൺസർഷിപ്പ് സർവീസ്.
പണ്ടെങ്ങനെയായിരുന്നു സ്പോൺസർഷിപ്പിൻ്റെ കേസിൽ സപ്ലയർ എനി പേഴ്സൺ എന്നായിരുന്നു അല്ലേ, ആൻഡ് റെസിപ്പിയൻ ബോഡി കോർപ്പറേറ്റീവ് പാർട്ട്ണർഷിപ്പ്. എന്താ അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ ഈ എനി പേഴ്സൻ്റെ ശേഷം വരെ എന്ത് ചെയ്തു, അതർ ദാൻ ബോഡി കോർപ്പറേറ്റ് എന്ന് എഴുതി. അപ്പോൾ സപ്ലയർ എനി പേഴ്സൺ അതർ ദാൻ ബോഡി കോർപ്പറേറ്റ്. അപ്പോൾ നിങ്ങൾ പറയും RSMൽ 3 സ്ഥലത്താണ് ഇപ്പോൾ സപ്ലയർ അതർ ദാൻ ബോഡി കോർപ്പറേറ്റ് ആണെങ്കിൽ മാത്രമേ RSM വരൂ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് 3 സ്ഥലം? ഒന്ന് നമ്മളുടെ സെക്യൂരിറ്റി സർവീസസിൻ്റെ കേസിൽ കണ്ടോ, അതർ ദാൻ ബോഡി കോർപ്പറേറ്റ്. പിന്നെ റെൻറ്റിങ്ങിൻ്റെ കേസിലും അതർ ദാൻ ബോഡി കോർപ്പറേറ്റ്. ഇപ്പോൾ സ്പോൺസർഷിപ്പിൻ്റെ കേസിലും അതർ ദാൻ ബോഡി കോർപ്പറേറ്റ്. അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതും കൂടെ ന്യൂ എൻട്രി സെറ്റ്. ഈസി ആയിട്ടുള്ള അമെൻമെൻ്റ് ആണ്, പക്ഷേ അതൊക്കെ ഈസിലി ടെസ്റ്റ് ഇൻ എക്സാംസ് ഓൾസോ. ബി കെയർഫുൾ. പിന്നെ ഉള്ളത് എന്താണ് അമെൻമെൻറ്റ് നോക്കാം നമുക്ക്. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സംഭവം. ഓക്കെ ഫൈൻ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളുടെ സെക്ഷൻ 9 അതായത് ചാർജിങ്ങിൽ അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് രജിസ്ട്രേഷൻ ചാപ്റ്ററിൽ വല്ലതും ഉണ്ടോ നോക്കാം. രജിസ്ട്രേഷൻ ചാപ്റ്ററിൽ അങ്ങനെ അമെൻമെൻ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല. നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടോ അല്ലേ. പേഴ്സൺ ലയബിൾ ഫോർ സെക്ഷൻ 22 ആണത്. പിന്നെ അതുപോലെ തന്നെ ദിസ് ഈസ് സെക്ഷൻ 23 പേഴ്സൺ നോട്ട് ലയബിൾ. പിന്നെ സെക്ഷൻ 24 കമ്പൽസറി രജിസ്ട്രേഷൻ. അതിലൊന്നും അമെൻമെൻ്റ് ഇല്ല, നോ അമെൻമെൻറ്റ്. പിന്നെ പ്രൊസീജിയേഴ്സ് ആണ്. പ്രൊസീജിയർ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. കാരണം പ്രൊസീജിയറാണ് പല ആളുകൾക്കും വായിക്കാൻ മടി ഉണ്ടാവാറ്. അപ്പോൾ അത് മടി മാറ്റാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മാക്സിമം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദെൻ അത് സ്കിപ്പ് ചെയ്യരുത്, കാരണം അതൊന്ന് ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ ഓക്കെ ദെൻ ഇതിവിടെ ഒന്നുമില്ല കേട്ടോ, നോ അമെൻമെൻറ്റ്സ്. ഇവിടെ ഒന്നും അമെൻമെൻറ്റ്സ് ഇല്ല. പിന്നെ എവിടെ നമുക്ക് അമെൻമെൻറ്റ്സ് നോക്കാം മക്കളെ. അവിടെ ഒന്നും അമെൻമെൻറ്റ്സ് ഇല്ല, നോ അമെൻമെൻറ്റ്സ് അല്ലേ. ഓക്കെ. ക്യാൻസലേഷൻ അമെൻമെൻറ്റ് ഇല്ല. ആൻഡ് പിന്നെ എവിടെ അമെൻമെൻറ്റ്? ഇവിടെ ഒന്നുമില്ല, നോ അമെൻമെൻറ്റ്സ്. കോമ്പോസിഷൻ ലെവി അവിടെയും നമുക്ക് കോമ്പോസ്റ്റ് സ്കീം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിൽ ചാപ്റ്ററിലല്ലോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അത് ഞാൻ ചാപ്റ്ററാക്കി മാറ്റിയതാണ്. കാരണം ചാർജിങ്ങിൽ വരുന്നതാണ് ശരിക്കും കോമ്പോസ്റ്റ് സ്കീം. പക്ഷേ രജിസ്ട്രേഷൻ അറിഞ്ഞ ഒരാൾക്ക് മാത്രമേ ശരിക്കും കോമ്പോസ്റ്റ് സ്കീം മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് സെപ്പറേറ്റ് ചാപ്റ്ററായിട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. അപ്പോൾ അതിലൊന്നും അമെൻമെൻ്റ് ഇല്ല, നോ അമെൻമെൻറ്റ്സ്. ഓക്കെ. പിന്നെ അമെൻമെൻറ്റ്സ് എവിടെയാണ് നമുക്ക് നോക്കിയാലോ. രജിസ്ട്രേഷൻ ചാപ്റ്ററിൽ അല്ല, എക്സംഷൻ ചാപ്റ്ററിൽ അമെൻമെൻറ്റ് നോക്കാം. ചെറിയ അമെൻമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ. എക്സംഷൻ ചാപ്റ്ററിൽ ചെറിയ അമെൻമെൻറ്റ്സ് ഉണ്ട്. ഒന്നാമത്തത് ഇതൊരു ഇൻ്റർ ലെവലിൽ അങ്ങനെ ഇല്ല അമെൻമെൻ്റ് അല്ലാത്ത നോക്കണ്ട. ഒരു സെക്ഷൻ 11A എന്നൊരു സെക്ഷൻ അവർ കൊണ്ടുവന്നിട്ട് പറയാണ്, പവർ ടു റിക്കവർ ദ GST നോട്ട് ലെവിഡ് ഡ്യൂ ടു ജനറൽ പ്രാക്ടീസ്. അവർ പറയുന്നത് വേർ ഇറ്റ് ഇസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് വേർ എ ജനറൽ പ്രാക്ടീസ് പ്രിവലന്റ് റിഗാർഡിംഗ് നോൺ ലെവി ഓഫ് GST ഈവൻ ദോ ഇറ്റ് വാസ് ടാക്സബിൾ or taxable at a higher amount according to such practice, then it was payable, then central government can regulate such practice. ഒന്നുമില്ല. ഗവൺമെൻറ് ലിസൺ എവരിവൺ, ലെറ്റ് സപ്പോസ് ഒരു പ്രൊഡക്റ്റ് ടാക്സബിൾ ആണ് എന്ന ലോയിലുണ്ട്, അത് എക്സംഷൻ ഇല്ല. പക്ഷേ ആ ഒരു മാർക്കറ്റിൽ എല്ലാവരും ചെയ്യുന്നത് എന്താണ്, അത് എക്സംപ്റ്റ് ആയിട്ടാണ് വിചാരിക്കാം. ഓക്കെ, എക്സംപ്റ്റ് ആയിട്ടാണ് വിചാരിക്കാം. അപ്പോൾ ബേസിക്കലി നമ്മൾ പണ്ടൊക്കെ ഗവൺമെൻറ് ഒരു ജനറൽ പ്രാക്ടീസ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു. പക്ഷേ പുതിയ സെക്ഷൻ പ്രകാരം പറയാണ് ആ പ്രാക്ടീസ് എന്ത് ചെയ്യാം, അവർക്ക് വേണമെങ്കിൽ റെഗുലേറ്റ് ചെയ്യാം. പറ്റൂല, ഇതിലേക്ക് മാറണം, എല്ലാവരും ടാക്സ് കൊടുക്കണം, വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് റിക്കവർ ചെയ്യാനുള്ള പവറുണ്ട്. അതാണ്. അല്ലെങ്കിൽ നേരെ തിരിച്ചും സംഭവിക്കാം. ചിലപ്പോൾ ഹയർ റേറ്റ് ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവും. ശരിക്കും ലോ പ്രകാരം അത്ര കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മാർക്കറ്റിൽ എല്ലാവരും ചെയ്യുന്നത്, ഇപ്പം ഞാൻ അതൊരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ അത് GST അല്ല, ഇൻകം ടാക്സ് ആണ്. ഇപ്പം ഞാനിപ്പോൾ ഒരുപാട് ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയിട്ട് പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് TDS കട്ട് ചെയ്യുന്നത് 10% ആണ്, 194J ആണ്. ഞാൻ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയി പറയാറുണ്ട് 194J കട്ടിയേണ്ട, 194C കട്ട് ചെയ്യേണ്ടത്, 1% കട്ട് ചെയ്യേണ്ടത്. പക്ഷെ അവരെല്ലാം 10% കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊരു അവരുടെ എന്താ ഒരു മാറാനുള്ള ബുദ്ധിമുട്ട് എന്താ, അതൊരു മാർക്കറ്റ് പ്രാക്ടീസ് ആയിട്ട് മാറി. അപ്പോൾ അങ്ങനത്തെ ചിലപ്പോൾ എന്ത് ചെയ്യുക, ഹയർ റേറ്റും ഇവിടെ GST കൊടുക്കുന്നുണ്ടാവും. അത് വേണമെങ്കിൽ എന്ത് റെഗുലേറ്റ് ചെയ്യാം. അതിനുള്ളൊരു പവർ കൊടുത്തു മാത്രമല്ല, അല്ലാതെ വേറെ ഇംപ്ലിക്കേഷൻസും അതിനില്ല കേട്ടോ. ഓക്കെ. പിന്നെ ഉള്ളത് നമുക്ക് നമ്മുടെ ചാരിറ്റബിൾ, അവിടെ ഒന്നും അമെൻമെൻറ്റ്സ് ഇല്ല. പിന്നെ അതുപോലെ വന്നിട്ടും പോയിട്ടും പിന്നെ എന്തൊക്കെയാണ്, പിന്നെ അഗ്രികൾച്ചറിൽ അമെൻമെൻറ്റ്സ് ഇല്ല. പിന്നെ എവിടെയാണ് അമെൻമെൻറ്റ് നോക്കാം നമുക്ക്. എഡ്യൂക്കേഷൻ്റെ കേസിൽ കഴിഞ്ഞതിലൊക്കെ നല്ല അമെൻമെൻറ്റ് ഉണ്ടായിരുന്നു, ഇപ്രാവശ്യമില്ല. സോ ഹാപ്പി. ഹെൽത്ത് കെയർ സർവീസിൽ അമെൻമെൻറ്റ് ഇല്ല അല്ലേ. ഹെൽത്ത് കെയർ സർവീസിൽ റെൻറ്റിംഗ് ഓഫ് റൂംസിൽ അമെൻമെൻറ്റ് ഇല്ല. സർവീസസ് ബൈ ഗവൺമെൻറ്റിൽ അമെൻമെൻറ്റ് ഇല്ല. പിന്നെ ഏതാ, സർവീസസ് ബൈ ഗവൺമെൻറ്റിൽ അമെൻമെൻറ്റ് ഇല്ല. ഇതൊക്കെ സർവീസ് ബൈ ഗവൺമെൻറ് ആണ്. സർവീസസ് ടു ഗവൺമെൻറ്റിലും അമെൻമെൻറ്റ് ഇല്ല. ഓക്കെ. സർവീസ് ടു ഗവൺമെൻറ്റിൽ ഒരു അമെൻമെൻറ്റ് ഉണ്ട്. ഫൈൻ. ലിസൺ, സർവീസസ് ടു ഗവൺമെൻറ്റിൽ നമ്മളെന്താ തിയറി പഠിച്ചു പറയും. സർവീസസ് ടു ഗവൺമെൻറ്റിൽ എന്താ തിയറി പഠിച്ചതെന്ന് വെച്ചാൽ, പ്യുവർ സർവീസ് ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ് ആണ് അല്ലേ. പ്യുവർ സർവീസ് ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ് ആണ് എന്ന് വെച്ചാൽ എന്താ, പ്യുവർ സർവീസ് പരിശുദ്ധമായ സർവീസ് അങ്ങനെയല്ല. ചളിയാണെങ്കിൽ കൂടെ ഇതൊരു ക്ലാസ്സിനോട് ഇരുത്തം പറഞ്ഞാണ്. പ്യുവർ സർവീസ് എന്ന് വെച്ചാൽ പരിശുദ്ധമായ സർവീസ് അല്ല, സർവീസ് മാത്രം.
പിന്നെ കോമ്പോസിറ്റ് സപ്ലൈ ഇൻവോൾവിങ് ഗുഡ്സ്, അതായത് പ്യുവർ സർവീസ് നിങ്ങൾ ഗവൺമെൻറ്റിലേക്ക് സർവീസ് മാത്രം ചെയ്യുകയാണെങ്കിൽ അത് എക്സംപ്റ്റ് ആണ്. എന്തിനാണ് ഗവൺമെൻറ് ഇത് എക്സംഷൻ കൊടുക്കാൻ കാരണം ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഇവിടെ ആരുടെ കയ്യിൽ നിന്ന് GST പോവാം? റെസിപ്പിയൻറ്റ്. ആരുടെ റെസിപ്പിയൻറ്റ്? ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് കയ്യിൽ നിന്ന് GST വേണ്ടി ഗവൺമെൻറ്റിലേക്ക് തന്നെ GST അടയ്ക്കുന്ന പരിപാടി അല്ലേ? അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പ്യുവർ സർവീസ് ആണെങ്കിൽ. എന്തൊക്കെ പ്യുവർ സർവീസ്? ക്ലീനിങ് ആയിരിക്കാം, ഓഡിറ്റിംഗ് ആയിരിക്കാം, അതൊക്കെ പ്യുവർ സർവീസാണ്, അതൊക്കെ എക്സംപ്റ്റ് ആണ്. പക്ഷേ അതിൽ ഗുഡ്സും കൂടെ ഉണ്ടെങ്കിൽ നമുക്കറിയാം 25% മുകളിൽ, അല്ലെങ്കിൽ ആ ഗുഡ്സിൻ്റെ വാല്യൂ മുകളിൽ, അല്ലെങ്കിൽ എക്സംപ്റ്റ് ആണ്, അല്ലെങ്കിൽ ടാക്സബിൾ ആണ്. ദാറ്റ് വി നോ. ആൻഡ് എന്താണ് അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ ഇതും ഒരു ഡൽഹിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ഡൽഹിക്ക് മാത്രമാണെന്ന് വിചാരിക്കരുത്, അതുപോലത്തെ എല്ലാ അതോറിറ്റിക്കും ഈ അമെൻമെൻറ്റ് ബാധകമാണ്. അവർ പറയാണ് നമ്മുടെ ഹൗസ് കീപ്പിംഗ് സർവീസും സിവിൽ മെയിൻ്റനൻസും ഫർണിച്ചർ മെയിൻ്റനൻസും ഒക്കെ ഉണ്ടാവും. ഫ്രം ഫെസിലിറ്റി മാനേജ്മെൻറ്റ് ഏജൻസി ഫോർ അപ് കീപ്പിംഗ് ഓഫീസ് ഓഫ് മുനിസിപ്പൽ കോർപ്പറേഷൻസ് ഇൻക്ലൂഡിങ് MCD. MCD എന്താ? മുനിസിപ്പൽ കോർപ്പറേഷൻ ഡൽഹി. അങ്ങനെ ഓരോ മുനിസിപ്പൽ കോർപ്പറേഷൻ, അപ്പോൾ എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനിലും അല്ലെങ്കിൽ അങ്ങനത്തെ ഓഫീസുകളിൽ ഈ ഓഫീസ് മെയിൻ്റനൻസിന് നമ്മൾ ടീമിനെ ഏൽപ്പിക്കാറുണ്ട്. അവിടുത്തെ ക്ലീനിങ്ങിനും അവിടുത്തെ മൊത്തം കാര്യങ്ങൾ ഒരു ടീമിനെ ഏൽപ്പിക്കുക ചെയ്യുക. അവരെ വിളിക്കുന്നവരാണ് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് ഏജൻസി. അപ്പോൾ ഈ MCD എന്ത് ചെയ്യും? ഈ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് ഏജൻസിക്ക് പൈസ കൊടുക്കും. അപ്പോൾ ഇവരിങ്ങോട്ട് എന്ത് ചെയ്യാണ്? ഒരു പ്യുവർ സർവീസ് പ്രൊവൈഡ് ചെയ്യാണ്, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ചെറുതായിട്ട് ഗുഡ്സ് ചെയ്ത് വിചാരിക്കും. നമുക്കറിയാം നോർമലി മുനിസിപ്പൽ കോർപ്പറേഷനൊക്കെ എന്താണ്? ബേസിക്കലി ലോക്കൽ അതോറിറ്റിയാണ്, ഗവൺമെൻറ് ആണ് അല്ലേ? ബട്ട് ദെൻ ദാറ്റ് ഈസ് ആക്ച്വലി നമുക്കറിയാം പ്യുവർ സർവീസ് എക്സംപ്റ്റ് ആണ്. പക്ഷേ എങ്കിൽ ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ പ്യുവർ സർവീസസ് ഓക്കെ പേരാട്ടോ ഓക്കെ ആളുടെ പരാതികൾ തീർക്കണം. ഓക്കെ, സോ ആളെ പഠിച്ചിട്ടാണ് ഞാനൊരു സ്റ്റുഡിയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നത്. അപ്പോൾ സ്റ്റുഡിയോയിലും ആൾ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വരും. സോ എനിവേ ദാറ്റ്സ് ഇനി കട്ട് ചെയ്യേണ്ട വിചാരിച്ചിട്ടാണ്, നിങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ പ്യുവർ സർവീസസ് ആയിക്കോട്ടെ, കോമ്പോ സപ്ലൈ ആയിക്കോട്ടെ, അത് എക്സംഷൻ കിട്ടിയപ്പോഴാണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിലേക്ക് ചെയ്യുന്ന എല്ലാ സർവീസ് എക്സംപ്റ്റ് എന്നല്ല. നിങ്ങളൊരു ഗവൺമെൻറ്റിലേക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യണം, ആ സർവീസസ് എവിടെ പറയണം? 243W 243G ഈ 2 ആർട്ടിക്കിളിൽ പറഞ്ഞ കുറേ സർവീസസ് ഉണ്ട്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ പഞ്ചായത്തിനോടും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിനോടൊക്കെ ചെയ്യാൻ വേണ്ടി അവർക്കുള്ള ഫംഗ്ഷനാണ്. പക്ഷേ ആ ഫംഗ്ഷൻ എല്ലാവരും ചെയ്യട്ടെ, വേറെ കാര്യം. അപ്പോൾ അതിൽ വരുന്ന സർവീസുകൾക്ക് മാത്രമാണ് എക്സംഷൻ കിട്ടുക. അതിലൊരിക്കലും ഒരു മുനിസിപ്പാലിറ്റീൻ്റെ ഹൗസ് കീപ്പിംഗ് സർവീസ് ഒന്നും അതിൽ പറയുന്നില്ല അല്ലേ? മുനിസിപ്പാലിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ആ ആർട്ടിക്കിൾ പറയുന്നില്ല. അതുകൊണ്ട് ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ ക്ലീൻ ചെയ്യുക, മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ മറ്റുള്ള ഫർണിച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ടൊരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് ഏജൻസിക്ക് പൈസ കൊടുക്കുമ്പോൾ നോ എക്സംഷൻ. ഐ എം ഷുവർ ഈ എക്സാംസിൽ ഇത് ചോദിക്കുന്നുണ്ടാവും. ഇത് ഉറപ്പാലും അവർക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യനിൽ അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ബോത്ത് ഫോർ ഇൻ്റർ ആൻഡ് ഫൈനൽ ലെവൽ. ഓക്കെ, ഇനി അടുത്തത് നമ്മളുടെ കൺസ്ട്രക്ഷൻ സർവീസ് ആണ്. അതിലൊന്നും അമെൻമെൻറ്റ്സ് ഒന്നുമില്ല. പിന്നെ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ ആണ്, അതിൽ അമെൻമെൻറ്റ്സ് ഒന്നുമില്ല. പിന്നെ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ആണ്, ദർ ആൾസോ നോ അമെൻമെൻറ്റ്സ് പഠീസ്. പിന്നുള്ളത് ഏതാണ്? ബാങ്കിങ് സർവീസസ്, അതിൽ അമെൻമെൻറ്റ്സ് ഇല്ല. അതിലൊരു ചെറിയ അമെൻമെൻറ്റ്സ് ഉണ്ട്, ബട്ട് ദിസ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ ഇൻ്റർ ലെവൽ. ഓക്കെ, ഇൻ്റർകാർ കുറച്ചേരം ചെയ്യപ്പെട്ടിരുന്നു. നിങ്ങൾക്ക് ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്ലിക്കബിലിറ്റി ഓഫ് GST ഓൺ പീനൽ ചാർജസ് ബൈ റെഗുലേറ്റഡ് അതോറിറ്റി. അതായത് റെഗുലേറ്റർ അതോറിറ്റീസ്, അതായത് ബാങ്ക് അല്ലെങ്കിൽ NBFC യൂസ് ടു കളക്ട് ദ പീനൽ ഇൻട്രസ്റ്റ് ഫോർ നോൺ കംപ്ലൈൻസ് ലോൺ ടേംസ്. നൗ സച്ച് പീനൽ ഇൻട്രസ്റ്റ് ഇസ് ഡിസ്കണ്ടിന്യൂഡ് ബൈ RBI. Instead, penal charges are introduced to inculcate the habit of credit discipline. It's a form of liquid damage, hence not chargeable to GST. Listen everyone here. ഇതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പണ്ട് നമുക്ക് പീനൽ ഇൻട്രസ്റ്റ് എന്നുള്ള പേരിലാണ് ഉണ്ടായിരുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ലോൺ കറക്റ്റ് ടൈമിൽ അടച്ചില്ല, അപ്പോഴൊക്കെ നമ്മൾ പീനൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ പീനൽ ഇൻട്രസ്റ്റ് ബേസിക്കലി എക്സംപ്റ്റ് ആയിരുന്നു, കാരണം ഇൻട്രസ്റ്റ് എല്ലാം എക്സംപ്റ്റ് ആണ്. അത് ഓൾറെഡി നമ്മൾ എക്സംപ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ RBIൻ്റെ ഗൈഡൻസ് പ്രകാരം എന്താ വെച്ചാൽ, ഇത് GSS അല്ല കേട്ടോ, GST ആണ്. ഞാൻ GST അല്ലേ, ഞാനപ്പോൾ GSS ഞാൻ ഒന്ന് അത്ഭുതപ്പെട്ടെ. GSS ഓക്കെ, GST ആണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, പീനൽ ഇൻട്രസ്റ്റ് ഇപ്പം ഇല്ല, പകരം പീനൽ ചാർജ് എന്നുള്ള പേരിലാണ് ഇപ്പോൾ വാങ്ങാറ്. അപ്പോൾ ഈ പീനൽ ചാർജ് ഇപ്പോൾ നമ്മൾ ലോൺ ഇപ്പോൾ കറക്റ്റ് ടൈമിൽ അടച്ചില്ലെങ്കിലൊക്കെ നമുക്ക് പീനൽ ചാർജ് വാങ്ങും. ആ പീനൽ ചാർജ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ അത് ഗവൺമെൻറ് പറയുന്നത് അതൊരു ലിക്വിഡേറ്റഡ് ഡാമേജ് ആണ്. ലിക്വിഡ് ഡാമേജിൻ്റെ ക്ലാരിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. അതൊരു സപ്ലൈ അല്ല. അതായത് ചില ലിക്വിഡ് ഡാമേജ് സപ്ലൈ ആണെങ്കിൽ കൂടെ ചിലത് നോർമൽ എന്തല്ല, സപ്ലൈ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ പറയാണ് പീനൽ ചാർജ് ഈസ് നോട്ട് എ സപ്ലൈ ബിക്കോസ് ഇറ്റ്സ് എ ഫോം ഓഫ് എ ലിക്വിഡേറ്റഡ് ഡാമേജ് അല്ലേ. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. പീനൽ ചാർജ് എന്തെല്ലാം ഇപ്പോൾ ടാക്സബിൾ അല്ല,
റീസൺ ചെയ്ത എക്സംപ്റ്റ് നല്ല എഴുതേണ്ടത്, ബട്ട് എന്താ എഴുതേണ്ടത്, ഇറ്റ് ഈസ് നോട്ട് സപ്ലൈ എന്ന് എഴുതേണ്ടത്. പണ്ട് പെയ്മെൻറ്റ് ഇൻട്രസ്റ്റും ടാക്സും ആയിരുന്നില്ല, പക്ഷേ എന്താ റീസൺ കൊടുക്കുക, ഇറ്റ് ഈസ് എക്സംപ്റ്റ് എന്നായിരുന്നു. ഇപ്പോൾ എക്സംപ്റ്റ് അല്ല, ഇറ്റ് ഈസ് നോട്ട് സപ്ലൈ. അത് കിട്ടുന്ന ഡിഫറൻസ് എവരി വൺ. ഇപ്പോൾ നോട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതും പിന്നെന്താ പറയുക, ഒരു ഇൻ്റർ ലെവൽ ഇമ്പോർട്ടൻ്റ് അല്ല. ദിസ് എക്സംഷൻ ഓൾസോ അപ്ലിക്കബിൾ ടു പേയ്മെൻറ്റ് അഗ്രിഗേറ്റേഴ്സ്. പിന്നെ they collect payment from customers in an escrow account in case e-commerce transaction, pull them and transfer the merchant within time specified by RBI. Hence it is clarified such a PA covered in the definition of acquiring bank, that is any other person. Listen everyone here. നമ്മളുടെ ഈ ബാങ്കിങ് സർവീസസിൻ്റെ എക്സംഷൻ ഒന്ന് വായിച്ചു നോക്കൂ. എക്സ്റ്റെൻഡിങ് പിന്നെ ഒന്ന് സെക്കൻഡ്, അതിൽ ഞാൻ അവിടെ കൊടുത്തിട്ടില്ലല്ലേ, കുഴപ്പമില്ല. ഇതിലെന്താ വെച്ചാൽ ഇതിൽ പറയുന്നുണ്ട് ഈ എക്സംഷൻ ശരിക്കും ആർക്കെ കിട്ടുമെന്ന് വെച്ചാൽ ബാങ്കിങ് സർവീസിന് കിട്ടും, NBFCക്ക് കിട്ടും, അതുപോലെ സച്ച് അതർ പേഴ്സൺ, ഇങ്ങനെ ചെയ്യുന്ന കുറേ കോപ്പറേറ്റീവ് ബാങ്ക് അങ്ങനത്തെ അതർ പേഴ്സൺസിൽ അങ്ങനെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ എക്സംഷൻ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ബേസിക്കലി ഇവിടെ ഇവർ പറയാണ് നമ്മളെ പേയ്മെൻറ്റ് അഗ്രിഗേറ്റേഴ്സ് ഉണ്ടാവും. ഇപ്പം നിങ്ങളെൻ്റെ റെക്കോർഡ് ക്ലാസ്സസ് വാങ്ങുന്ന സമയത്ത് ഇപ്പം ഞാൻ അതിൻ്റെ കൂടെ ഒരു പിന്നെ എന്താ പറയുക ചെങ്ങല ഞാനിപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ഓക്കെ അത് ക്ലോസ് ചെയ്യാം. നിങ്ങളുടെ സൈക്കിളിൻ്റെ എന്താ പറയുക ചെയിൻ കിടന്നു, അപ്പോൾ അത് റെഡിയാക്കാനാണ്. ഓക്കെ, സോ എനിവേ അപ്പോൾ പിന്നെ ഇപ്പം നിങ്ങളെൻ്റെ റെക്കോർഡ് ക്ലാസ് അതിൻ്റെ കൂടെ അഡ്വർടൈസ്മെൻറ്റ് കൂടെ തരികയാണ്. അപ്പോൾ നമ്മുടെ റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്. നമ്മുടെ CA ഇൻ്റർ, CMA ഇൻ്റർ, CA ഫൈനൽ, CMA ഫൈനൽ ഒക്കെ നമുക്ക് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്. ഇൻകം ടാക്സിൻ്റെ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്, GSTൻ്റെ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്. അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇൻ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് GST 1899, അതുപോലെ തന്നെ എന്താണ് DT ആണെങ്കിൽ, അതായത് GST 1899, ഇൻകം ടാക്സ് 1949, അത് CAക്ക് വേറെ ക്ലാസ്, CMAക്ക് വേറെ ക്ലാസ്, അങ്ങനെ ഉണ്ടോ, സെപ്പറേറ്റ് ബുക്കും ഉണ്ടാവും. ഒക്കെ ബുക്കും ഇതിൻ്റെ കൂടെ ഫ്രീ ആണ്, നിങ്ങൾ വീട്ടിലേക്ക് എത്തിക്കും. പിന്നെ അതുപോലെ ഫൈനലിൻ്റെ കേസിൽ നിങ്ങൾക്ക് പിന്നെ IDTക്ക് 3499, അതുപോലെ തന്നെ DTക്ക് 3999. അതിൻ്റെ കൂടെയും ബുക്സും, ഇത് രണ്ടിൻ്റെ കൂടെ എല്ലാ ഇൻ്റർവ്യൂ ഫൈനലിൻ്റെ കൂടെ ഒക്കെ ബുക്സും ഉണ്ടാവും, ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാവും. അതിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ സോൾവ്ഡ് ആൻസേഴ്സ് ഉണ്ടാവും. ഓക്കെ, പ്രസൻറ്റേഷൻ ചെയ്യേണ്ട കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഒക്കെ ഉണ്ടാവും. നിങ്ങൾ വീട്ടിലേക്ക് എത്തിക്കും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ നമ്മളെ പിന്നെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. 62 82 42 55 60 ഓഫീസ് നമ്പറാണെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ കോഴ്സും ഉണ്ട്. അതായത് GST എങ്ങനെ ചെയ്ത് പഠിക്കാം, GST ഇൻകം ടാക്സ് ഒക്കെ ചെയ്ത് പഠിക്കാം. UAE VAT പഠിപ്പിക്കുന്നുണ്ട്, UAE കോർപ്പറേറ്റ് ടാക്സ് പഠിപ്പിക്കുന്നുണ്ട്, ടാലി പഠിപ്പിക്കുന്നുണ്ട്, സോഹോ ബുക്സ് പഠിക്കുന്നുണ്ട്, SAP നമ്മൾ ഇനി അടുത്ത ഒക്ടോബർ, ഇനി ഓരോ 2 മാസം കൂടെ ബാച്ച്, ഇപ്പോൾ ഓൾറെഡി ബാച്ച് റൺ ചെയ്യണം. 130 സ്റ്റുഡൻസ് ഇപ്പോൾ ഓൾറെഡി ആ ബാച്ചിൽ ഇപ്പോൾ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ബാച്ച് ഒക്ടോബർ 1 അപ്പോൾ ഒക്ടോബർ 1 നിങ്ങൾക്ക് അടുത്ത ഉണ്ടാവും. അതിൽ നമ്മൾ SAP കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ GSTയും ഇൻകം ടാക്സും സോഹോ ബുക്സും ടാലിയും പിന്നെന്താണ് PFൻ്റെയും അതുപോലെ ESICൻ്റെയും MCAൻ്റെ ഫയലിങ്ങും, അങ്ങനെ ഒരു കമ്പനിയിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒട്ടുമിക്ക കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ജോയിൻ ചെയ്യാം. അത് നിങ്ങളിപ്പോൾ തൽക്കാലം ഈ നമ്പറിൽ നിന്ന് മെസ്സേജ് ചെയ്യാൻ മതി. വേറെ നമ്പറാണ് ശരിക്കും, അതിൽ നിന്ന് മെസ്സേജ് ചെയ്യാൻ മതി. ഓക്കെ, സോ എനിവേ കം ബാക്ക് ടു അവർ തിയറി അല്ലേ. സോ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഞാൻ തന്നെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണം അല്ലേ, വേറെ ആവശ്യമില്ല. പിന്നെ നിങ്ങൾ റെക്കോർഡ് ക്ലാസ് വാങ്ങുന്നത് എൻ്റെ വെബ്സൈറ്റിലൂടെയാണ് അല്ലേ. എൻ്റെ വെബ്സൈറ്റ് ഏതാണെന്ന് വെച്ചാൽ അതും അഡ്വർടൈസ് നിങ്ങൾ ജസ്റ്റ് അടിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ നമ്പറിൽ അടിച്ചാൽ മതി. ഏതായാലും ആ നമ്പറിൽ മെസ്സേജ് അയക്കണ്ട, കാരണം വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം www.altaf വെർച്വലാണ്, BB വെർച്വലൊക്കെ പോലെ altaf.virtual.com ഇതിൽ പോയാൽ മതി. അതിൽ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പർച്ചേസ് ചെയ്യാം. പക്ഷേ ബുക്ക് കിട്ടണമെങ്കിൽ നമ്മളൊരു ഗൂഗിൾ ഫോം ഉണ്ട്, അത് ഞാൻ പറഞ്ഞ നമ്പറിൽ പോയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഫിൽ ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾ ചിലപ്പോൾ തന്നെ ചെയ്യണം. അപ്പോൾ ഇതിൽ പോയി ഡയറക്റ്റ്ലി പർച്ചേസ് ചെയ്യാം. അങ്ങനെ ഡയറക്റ്റ്ലിയാണ് പർച്ചേസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് അപ്പം തന്നെ ക്ലാസ്സും കാണാം. അല്ലാതെ നമ്മുടെ മറ്റേ പഴയ പോലെ നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ക്ലാസ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി യു ക്യാൻ സ്റ്റാർട്ട് വാച്ചിങ്, നോ ഇഷ്യൂസ്. അപ്പോൾ എനിവേ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് നിങ്ങൾ ഈ വെബ്സൈറ്റിലൂടെ പർച്ചേസ് ചെയ്യുമ്പോൾ സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ റേസോർ പേ എന്നുള്ള ഒരു പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ അടുത്താണ് ഈ പേയ്മെൻറ്റ് പോവുക. അവർ എനിക്ക് 2-3 ദിവസം കഴിയുമ്പോഴാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അവരെന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യാം, റിക്കട്ടിങ് ആയിരുവാൻ. അപ്പോൾ ബേസിക്കലി ഇവിടെ സംഭവിക്കുന്നത് അവരെയും നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ പിന്നെ ഈ ഒരു എക്സംഷനിൽ കവർഡാണ്. അപ്പോൾ ദിസ് എക്സംഷൻ ഓൾസോ അപ്ലിക്കബിൾ ടു പേയ്മെൻറ്റ് അഗ്രിഗേറ്റേഴ്സ്. They collect the payment from the customers in an escrow account in case of e-commerce transaction. Pull them അങ്ങനെ ചെയ്യാം, ഒരുമിച്ചാക്കിയിട്ട് ട്രാൻസ്ഫർ ടു മെർച്ചൻറ്റ് വിത്തിൻ എ ടൈം സ്പെസിഫൈഡ് ബൈ RBI. അപ്പോൾ അവരും എന്താണ് ബേസിക്കലി അക്വയറിംഗ് ബാങ്ക് എന്നുള്ള ഡെഫിനിഷനിൽ
സോറി അതായത് പിന്നെ അക്വേറിയം ബാങ്കിൻ്റെ ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അത് ഇതിനുള്ള ക്ലാരിഫിക്കേഷൻ ഉണ്ടോ. അതായത് അക്വേറിയം ബാങ്കിൻ്റെ ഒരു സംഭവം ഉണ്ട് അല്ലേ. എന്താ അക്വേറിയം ബാങ്ക് എന്താ, നമ്മൾ ഇപ്പം നിങ്ങളൊരു പെട്രോൾ പമ്പിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, പെട്രോൾ അടിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ കാർഡ് പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ പിന്നെ പെട്രോൾ പമ്പിൻ്റെ കയ്യിൽ നിന്ന് ബാങ്ക് എന്ത് ചെയ്യും, ഒരു ചാർജ് പിടിക്കും. നമ്മുടെ കയ്യിൽ നിന്നല്ല ചാർജ് പിടിക്കുക, പെട്രോൾ പമ്പിൻ്റെ കയ്യിൽ നിന്ന് ചാർജ് പിടിക്കും. അപ്പോൾ ആ ചാർജ് ടാക്സബിൾ ആണോ, 2000 താഴെയാണ് നമ്മൾ പെട്രോൾ അടിച്ചെങ്കിൽ ചാർജ് എക്സംപ്റ്റ് ആണ്. അല്ലാതെ 2000 എക്സംപ്റ്റ് ടാക്സബിൾ അല്ല, കാരണം പെട്രോൾ ഒരിക്കലും ടാക്സബിൾ അല്ല. ആ ചാർജ് ചിലപ്പോൾ ₹1.50 ഉണ്ടാവുള്ളൂ. അപ്പോൾ 2000 താഴെയാണെങ്കിൽ അത് എക്സംപ്റ്റ് ആണ്, 2000 മുകളിലാണെങ്കിൽ ദാറ്റ് ഈസ് ടാക്സബിൾ. അപ്പോൾ ഇവരെ നമ്മൾ വിളിക്കുക അക്വേറിയം ബാങ്ക് എന്നാണ്. ഓക്കെ, അപ്പോൾ അക്വേറിയം ബാങ്ക് ആണ്. അപ്പോൾ ഈ അക്വേറിയം ബാങ്ക് പിന്നെ എന്താണ്, ആ ഡെഫിനിഷനിൽ ആരെയും നമുക്ക് ഉൾപ്പെടുത്താം, ഈ പേയ്മെൻറ്റ് അഗ്രിഗേറ്റേഴ്സിന് ഉൾപ്പെടുത്താം എന്നാണ് ക്ലാരിഫിക്കേഷൻ. ഞാൻ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്ക്. അപ്പോൾ ഇതാണ് സംഭവം. അക്വേറിയം ബാങ്കിൽ പേയ്മെൻറ്റ് അഗ്രിഗേറ്റേഴ്സിന് എക്സാമ്പിൾ റേസോർ പേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഓക്കെ ഫൈൻ. ഇനി നമ്മളുടെ അടുത്ത കേസ് എന്ന് വെച്ചാൽ അപ്പോൾ അതിലൊന്നും അമെൻമെൻറ്റ്സ് ഇല്ല. പിന്നെ അടുത്ത അമെൻമെൻറ്റ് എവിടെ നമുക്ക് നോക്കാം. പെർഫോമൻസ് പേ ടെസ്റ്റ് ഒന്നുമില്ല. പിന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് സർവീസസിൽ ഒരാളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, ട്രെയിനിങ് പാർട്ണർ അപ്രൂവ്ഡ് ബൈ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അല്ലേ. ഇപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഞാനിപ്പോൾ നേരത്തെ ഒരു പ്രാക്ടിക്കൽ കോഴ്സ് ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ആ പ്രാക്ടിക്കൽ കോഴ്സിന് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു BFSI സർട്ടിഫിക്കറ്റും ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് NSDC സർട്ടിഫിക്കറ്റും കിട്ടും. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റാണ് ഇത്. നമ്മുടെ ബാങ്കിങ് അല്ലെങ്കിൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ട ഒരു സർട്ടിഫിക്കറ്റാണ്. അതും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റിന് NSDC നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഫുൾ അഡ്വർടൈസ്മെൻറ്റ് അല്ലേ. അപ്പോൾ അതാണ് ഈ NSDC. അപ്പോൾ അവർക്കും അതും എന്താണ് ബേസിക്കലി എക്സംപ്റ്റ് ആണ്. ഓക്കെ ഫൈൻ. പിന്നുള്ളത് നമ്മളുടെ എന്താണ്, അത്രേ ഉള്ളൂ. എക്സംപ്ഷൻ ചാപ്റ്ററിൽ വേറെ ഒന്നും അമെൻമെൻറ്റ്സ് ഇല്ല കൂടുതൽ. പിന്നെ ചെറിയൊരു അമെൻമെൻ്റ് ആണ്, ഇൻഷുറൻസ് സർവീസസ് പ്രൊവൈഡ് ബൈ മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ് ഫണ്ട് അഗെയിൻസ്റ്റ് ദ കോൺട്രിബ്യൂഷൻ ബൈ ഇൻഷുറേഴ്സ് ഔട്ട് ഓഫ് ദ പ്രീമിയം കളക്റ്റഡ് ഫോർ ദ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഫോർ ദ മോട്ടോർ വെഹിക്കിൾ. എന്താ പറയുക വെച്ചാൽ ഇൻഷുറൻസ് സർവീസ് പ്രൊവൈഡ് ബൈ മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ് ഫണ്ട് അഗെയിൻസ്റ്റ് ദ കോൺട്രിബ്യൂഷൻ ബൈ ഇൻഷുറേഴ്സ് ഔട്ട് ഓഫ് ദ പ്രീമിയം കളക്റ്റഡ് ഫോർ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഓഫ് മോട്ടോർ വെഹിക്കിൾ. അതായത് നമ്മളുടെ ഇൻഷുറൻസ് ഫണ്ട്, മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ് ഫണ്ട് സംഭവം. അതായത് അതൊരു വേറെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവർക്ക് ആരെ കോൺട്രിബ്യൂഷൻ കൊടുക്കുക, നമ്മളുടെ ഇൻഷുറൻസാണ് കോൺട്രിബ്യൂഷൻ കൊടുക്കുക. എവിടുന്ന കോൺട്രിബ്യൂഷൻ കൊടുക്കുക, നമ്മളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത പ്രീമിയത്തിന് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കും. ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. അത്രേ ഉള്ളൂ. ഒരു വലിയ സംഭവം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, പിന്നെ നമുക്ക് എക്സംപ്ഷൻ ചാപ്റ്ററിൽ അങ്ങനെ വേറെ അമെൻമെൻറ്റ്സ് ഇല്ല. പിന്നെ ടൈം ഓഫ് സപ്ലൈയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അമെൻമെൻറ്റ് ഉണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഫിനറ്റ്ലി ഈ എക്സാമിൽ ചോദിച്ചിരിക്കും. ഓക്കെ, അതെൻ്റെ ഗ്യാരണ്ടിയാണ്. ഡെഫിനറ്റ്ലി എക്സാമിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ഷുവറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. സോ ബി കെയർഫുൾ. ഓക്കെ, ബി കെയർഫുൾ. ഈ എക്സാംഷൻ മനസ്സിലാവണമെങ്കിൽ നമുക്ക് ടാക്സ് ഇൻവോയ്സ് എന്നുള്ള ചാപ്റ്ററിലെയും ഒരു അമെൻമെൻറ്റ് മനസ്സിലാവണം. അപ്പോഴാണ് നമുക്ക് ഈ എക്സാംഷൻ അമെൻമെൻറ്റ് മനസ്സിലാവുക. അപ്പോൾ എന്താണ്, എല്ലാവരും എക്സാം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഈ വീഡിയോൻ്റെ താഴെ വന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടോ എന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഷുവറായിട്ടും. സോ വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ ദേ വിൽ ആസ്ക്. നമുക്ക് എല്ലാവർക്കും അറിയാം ഗുഡ്സിൻ്റെ കേസിൽ അമെൻമെൻറ്റ് ഇല്ല കേട്ടോ. ഗുഡ്സിൻ്റെ കേസിൽ ഒരു അമെൻമെൻറ്റ്, വല്ലാത്തൊരു അമെൻമെൻറ്റ് ഉണ്ട്. അത് പക്ഷേ ഇൻ്ററിൻ്റെ ബാധകമല്ല, ഫൈനലിൻ്റെ കേസിൽ വല്ലാത്തൊരു അമെൻമെൻറ്റ് ഉണ്ട്. അത് ഞാനൊരു കാര്യം ചെയ്യാം, ഇതെന്ത് ചെയ്യാം, ഞാൻ ലാസ്റ്റ് ഇൻ്റർനെറ്റ് സ്റ്റുഡൻസിനെ വെറുതെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരുടെ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഈ വൗച്ചേഴ്സിൻ്റെ ഒരു അമെൻമെൻറ്റ് ഉണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റ് സ്റ്റുഡൻസിനെ പറഞ്ഞു വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഇത് നമുക്കൊന്ന് പിന്നെ പഠിക്കാം. വൗച്ചേഴ്സ് ഞാൻ മറന്നു പോകണമെങ്കിൽ ഞാൻ ഓർമ്മിക്കണേ. വൗച്ചേഴ്സ് വല്ലാത്തൊരു അമെൻമെൻറ്റ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ സർവീസസിൻ്റെ കേസിലാണ് ഞാൻ വരുന്നത്. ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസിൻ്റെ കേസിൽ എവിടെ അമെൻമെൻറ്റ് വെച്ചാൽ നമ്മളുടെ ഇൻ കേസ് ഓഫ് RCMലാണ് അമെൻമെൻറ്റ്. അത് നമ്മുടെ ബൂസ്റ്റർ ബുക്കിൽ ഒന്നുകൂടെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബൂസ്റ്റർ ബുക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് ഓപ്പൺ ആക്കിയാൽ മതി. ഇൻ്ററിൻ്റെ ബൂസ്റ്ററിലും ഫൈനൽ ബൂസ്റ്ററിലും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ പിന്നെ ബൂസ്റ്റർ ബുക്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ. അതായത് ഈ ഒരു സാധനം ഇതിനതിലൊരു ചാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ടൈം ഓഫ് സപ്ലൈൻ്റെ കേസാണിത്, ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് അല്ലേ. അപ്പോൾ ഇതാണ് പറയുന്നത് RCM. നമുക്ക് എല്ലാവർക്കും അറിയാം RCMൽ ടൈം ഓഫ് സപ്ലൈ എങ്ങനെ നമ്മൾ കണ്ടെത്തിയിരുന്നത്. RCMലെ ടൈം ഓഫ് സപ്ലൈ നമ്മൾ എങ്ങനെ കണ്ടെത്തിയിരുന്നത് വെച്ചാൽ, ഒന്ന് നമ്മൾ രണ്ട് കാര്യങ്ങൾ എന്താണ് ഇതാക്കും. ഒന്ന് പിന്നെ എന്താണ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സും ഡേറ്റ് ഓഫ് പേയ്മെൻറ്റും. ഇതല്ല, ഡേറ്റ് ഓഫ് പേയ്മെൻറ്റും
61st ഡേയും ഇത് രണ്ടല്ലേ നമ്മൾ കമ്പയർ ചെയ്തിരുന്നത്. ഗുഡ്സിൻ്റെ കേസിലാണെങ്കിൽ എന്ന് ഗുഡ്സ് കിട്ടി, പിന്നെ എന്താണ് പിന്നെ 31st ഡേ ഫ്രം ദ ഇൻവോയ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അല്ലേ. സോ ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടായിരിക്കും ഗവൺമെൻറ് അപ്പോൾ ഗുഡ്സിൻ്റെ ആർ സി എം നോക്കും നിങ്ങൾ. ആർ സി എമ്മിൽ ടൈം ഓഫ് സപ്ലൈ എങ്ങനെ കണ്ടെത്തുക? ഡേറ്റ് ഓഫ് ഇൻവോയ്സ് അല്ല നമ്മൾ നോക്കുക അല്ലേ, 31st ഡേ ഫ്രം ഇൻവോയ്സ് അല്ലേ നമ്മൾ നോക്കുക ആണ്. എന്തുകൊണ്ടൊരു 31st കണക്ക്, എന്തുകൊണ്ടൊരു 31 ദിവസം ആഡ് ചെയ്യാൻ കാരണം? അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആർ സി എമ്മിൽ ആരാണ് നോർമലി ഇൻവോയ്സ് കൊടുക്കുക? നോർമലി ആരാണ് ഇൻവോയ്സ് കൊടുക്കുക? ആർ സി എമ്മിൽ GST അടയ്ക്കുക നമ്മളെ റെസിപ്പിൻ്റെ ആണെങ്കിൽ കൂടെ ഇൻവോയ്സ് കൊടുക്കുക സപ്ലയറാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻവോയ്സ് ആരുടെ കൺട്രോളല്ല, റെസിപ്പിൻ്റെ കൺട്രോളല്ല. അപ്പോൾ അതുകൊണ്ട് സപ്ലയറുടെ ഇൻവോയ്സ് എന്ന് കൊടുത്തു നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആർ സി എമ്മിൽ നമുക്ക് ഒരിക്കലും ഡേറ്റ് ഓഫ് ഇൻവോയ്സ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഡേറ്റ് ഓഫ് ഇൻവോയ്സ് സപ്ലയറുടെ കൺട്രോളാണ്. നമ്മൾ ആർ സി എമ്മിൽ നമ്മൾ റെസിപ്പിൻ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കാം അല്ലേ. എന്തിനാണ് ടൈം ഓഫ് സപ്ലൈ കണ്ടെത്തുന്നത്? എപ്പോൾ GST അടയ്ക്കണം കണ്ടെത്താനല്ലേ. അപ്പോൾ ആർ സി എമ്മിൽ GST അടയ്ക്കേണ്ടത് റെസിപ്പിൻ്റെ ആണ്. അപ്പോൾ റെസിപ്പിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഡേറ്റ് ഓഫ് ഇൻവോയ്സ് എടുക്കാൻ പറ്റില്ല, കാരണം അത് സപ്ലയർ ഇഷ്യൂ ചെയ്യേണ്ട സംഭവമാണ് അല്ലേ. അതുകൊണ്ടാണ് ഡേറ്റ് ഓഫ് ഇൻവോയ്സിൻ്റെ കൂടെ ഒരു 31 ദിവസം നമ്മൾ ആഡ് ചെയ്യാൻ കാരണം. ഓക്കെ, ഇനി സർവീസസ് ആണെങ്കിൽ അത് 61 ദിവസം, 60 days ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ആണ്. അപ്പോൾ 61 ദിവസം, 61st ഡേ. അതെന്താ സർവീസ് 61 ദിവസം കാരണം വെച്ചാൽ സർവീസിൽ നോർമൽ ഇൻവോയ്സ് കൊടുക്കാൻ 30 ദിവസം സമയമുണ്ട്. അപ്പോൾ 30 + നേരത്തെ 31, അങ്ങനെയാണ് 61 കേട്ടോ. നീ അങ്ങനെ ചിന്തിക്കേണ്ട. അതായത് എന്തുകൊണ്ടാണ് 31st 61st കൊടുക്കാൻ കാരണം വെച്ചാൽ ഇവിടെ ഇൻവോയ്സ് കൊടുക്കാൻ നോർമലി ആരാണ്? സപ്ലയറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരിക്കലും ഡേറ്റ് ഓഫ് ഇൻവോയ്സ് എടുക്കാൻ പറ്റില്ല. പിന്നെ എന്താ സാർ ഇവിടെ അമെൻമെൻ്റ് എന്ന് വെച്ചാൽ, അമെൻമെൻ്റ് അവർ പറയാണ് വെരി സിമ്പിൾ. ഈ ആർ സി എമ്മിൽ ആരാ ഇൻവോയ്സ് കൊടുക്കുക പറയും മക്കളെ? ആർ സി എമ്മിൽ ആരാണ് ഇൻവോയ്സ് കൊടുക്കുക? ഞാൻ നമ്മൾ ടാക്സ് ഇൻവോയ്സ് ചാപ്റ്ററിലേക്ക് വരാം. ടാക്സ് ഇൻവോയ്സ് ചാപ്റ്റർ എടുക്കുക എല്ലാവരും. ടാക്സ് ഇൻവോയ്സ് ചാപ്റ്ററിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അമെൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ അമെൻമെൻറ്റ് കൂടെ ഞാൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ടൈം ഓഫ് സപ്ലൈയിൽ അവർ ഈ അമെൻമെൻറ്റ് കൊണ്ടുവരാനുള്ള റീസൺ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാന്ന് വെച്ചാൽ everybody take tax invoice chapter. Tax invoice in the chapter എടുക്കലാരും അതിൽ you can see what you can see invoice in case of RCM ൻ്റെ കേസിൽ ആരാണ് ഇൻവോയ്സ് കൊടുക്കേണ്ടത്? സപ്ലൈ രജിസ്റ്റേർഡ് ആണോ സപ്ലൈ രജിസ്റ്റേർഡ് അല്ലേ നോക്കിയിട്ടാണ് തീരുമാനിക്കുക. സപ്ലൈ രജിസ്റ്റേർഡ് ആണെങ്കിൽ ആരെന്നെ ഇൻവോയ്സ് കൊടുക്കണം? സപ്ലയർ തന്നെ കൊടുക്കണം. സപ്ലൈ രജിസ്റ്റേർഡ് അല്ലെങ്കിൽ ആരാ ഇൻവോയ്സ് കൊടുക്കുക? റെസിപ്പിയൻ്റ് ആണ് കൊടുക്കുക. ഇത് അമെൻമെൻ്റ് ഒന്നുമല്ല, ഇത് പണ്ടേ ഉണ്ടായിരുന്നു. അതായത് സപ്ലൈ രജിസ്റ്റേർഡ് അല്ലെങ്കിൽ അത് റെസിപ്പിയൻ്റ് തന്നെ കൊടുക്കണം. പക്ഷേ എന്താ അമെൻമെൻ്റ് എന്ന് വെച്ചാൽ വിത്തിൻ 30 days. പണ്ടായി ഉണ്ടായിരുന്നില്ല. സപ്ലൈ രജിസ്റ്റർ അല്ലെങ്കിൽ റെസിപ്പിന് കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എപ്പോൾ കൊടുക്കണമെന്നുണ്ടായിരുന്നില്ല. പക്ഷെ എപ്പോൾ അതും കൂടെ കൊണ്ടുവന്നു. വിത്തിൻ 30 days, 30 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം? റെസിപ്പിയൻ്റ് ഇൻവോയ്സ് കൊടുത്തിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ ഇവിടെ അമെൻമെൻറ്റിൽ കൊണ്ടുവന്നത് സപ്ലയറാണ് ഇൻവോയ്സ് കൊടുക്കുന്നെങ്കിൽ. അപ്പോൾ നമ്മൾ പണ്ട് പഠിച്ച പോലെ തന്നെ സർവീസിൻ്റെ ആർ സി എമ്മിൽ പണ്ട് പഠിച്ചത് എങ്ങനെയാണ്? ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് 61st ഡേ. കാരണം സപ്ലയറാണ് ഇൻവോയ്സ് കൊടുക്കുമ്പോൾ അതിൽ റെസിപ്പിന് കൺട്രോൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഡേറ്റ് ഓഫ് ഇൻവോയ്സ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് 61st ഡേ ആഡ് ചെയ്തിട്ട് നമ്മൾ പണ്ട് പഠിച്ച പോലെ ചെയ്യാം. പക്ഷെ റെസിപ്പിയൻ്റ് ആണ് ഇൻവോയ്സ് കൊടുക്കുന്നെങ്കിലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡേറ്റ് ഓഫ് പേയ്മെൻറ്റും ഡേറ്റ് ഓഫ് ഇൻവോയ്സ് നോക്കിയാൽ മതി. കാരണം റെസിപ്പിയൻ്റ് അല്ല ഇൻവോയ്സ് കൊടുക്കാതെ അയാളുടെ കൺട്രോളാണ് എപ്പോൾ കൊടുക്കണം? വിത്തിൻ 30 days. അപ്പോൾ അതുകൊണ്ട് ഡേറ്റ് ഓഫ് ഇൻവോയ്സ് വിച്ച് എവർ ഈസ് ഏർലിയർ. ഇതാണ് അമെൻമെൻറ്റ്. അറിയട്ടെ. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ ആർ സി എമ്മിൻ്റെ ടൈം ഓഫ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് സർവീസ് കേട്ടോ, ഗുഡ്സിൽ അമെൻമെൻറ്റ് ഇല്ല. ഗുഡ്സിൽ അതെന്താ സാർ ഗുഡ്സിൽ അമെൻമെൻറ്റ് ഇല്ലാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാത്തത്? കാരണം ഗുഡ്സിൻ്റെ കേസിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞത് ഗുഡ്സ് റിസീവ് ചെയ്യുന്ന ഡേറ്റ്. അപ്പോൾ ഓൾറെഡി ഇതൊക്കെ കവേർഡാണ്. അപ്പോൾ എന്താണ് ബേസിക്കലി അവിടെ പിന്നെ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗുഡ്സ് റിസീവ് ചെയ്ത ഡേറ്റും 31st ഡേറ്റും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ അമെൻമെൻറ്റ് ആവശ്യമില്ല. അതുകൊണ്ട് ഗുഡ്സിൻ്റെ ആർ സി എമ്മിൽ ഈ അമെൻമെൻറ്റ് ബാധകമല്ല. സർവീസസിൻ്റെ ആർ സി എമ്മിലാണ് ഈ അമെൻമെൻറ്റ്. സർവീസിൻ്റെ അമെൻമെൻറ്റ് പറയാണ് എപ്പോഴാണ് നമ്മൾ പിന്നെ എന്താ പറയുക ആർ സി എമ്മിൻ്റെ കേസ് എങ്ങനെ ടൈം ഓഫ് സപ്ലൈ കണ്ടെത്തുക? ഡിപ്പെൻസ് ആരാണ് ഇൻവോയ്സ് കൊടുത്തത്. സപ്ലൈ ഇൻവോയ്സ് കൊടുത്താൽ പണ്ടത്തെ പോലെ എങ്ങനെയാണ്? ഡേറ്റ് ഓഫ് പേയ്മെൻറ്റും 61st ഡേയും. അതല്ല റെസിപ്പിയൻ്റാണ് ഇൻവോയ്സ് കൊടുക്കുന്നതെങ്കിൽ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റും ഡേറ്റ് ഓഫ് ഇൻവോയ്സും അവിടെ 61st ഡേ ആഡ് ചെയ്യരുത്. അറിയട്ടെ. ഇതാണ് സംഭവം അല്ലേ? അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻ്റ് ആണ്. ഡെഫിനറ്റ്ലി ദേ വിൽ ആസ്ക് ഇൻ എക്സാംസ്. ഓക്കെ ഫൈൻ. പിന്നെ ഞാൻ പറഞ്ഞ വൗച്ചറിൻ്റെ കേസാണ്. അത് ഇൻ്റർനലില്ല, ഫൈനലിലാണ്. അത് ഞാൻ എന്ത് ചെയ്യാം? ഇൻ്റർനെറ്റ് കുട്ടികളെ നമുക്ക് പറഞ്ഞയച്ചിട്ട് എന്ത് ചെയ്യാം? അങ്ങോട്ട് വരാം. പിന്നെ നമുക്ക്
പിന്നെ നെക്സ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ പ്ലേസ് ഓഫ് സപ്ലൈൻ്റെ അമെൻമെൻ്റ് ആണ്. എന്തെങ്കിലും ഉണ്ടോ നോക്കാം നമുക്ക്. പ്ലേസ് ഓഫ് സപ്ലൈയിൽ അമെൻമെൻറ്റ് വല്ലതും ഉണ്ടോ നോക്കാം നമുക്ക്. നോക്കാം. പിന്നെ എന്താണ് പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ്. നിങ്ങൾക്ക് ഈ ബുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ടോ. ഇനി ആർക്കെങ്കിലും ബുക്കോ ബൂസ്റ്റർ ബുക്കോ വേണമെങ്കിൽ ആ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. ഒരു 1 വീക്കിനുള്ളിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും. ബുക്ക് മാത്രമായിട്ടും കിട്ടും. ക്ലാസ്സിൻ്റെ കൂടെ ആണെങ്കിൽ ബുക്ക് ഫ്രീ ആണ്. ബൂസ്റ്റർ ഫ്രീ അല്ല കേട്ടോ, ബുക്ക് ക്ലാസ്സിൻ്റെ കൂടെ. അപ്പോൾ അതിൽ പ്ലേസ് ഓഫ് സപ്ലൈയിൽ നിന്ന് വേറെ അമെൻമെൻറ്റ്സ് ഇല്ല. ഓക്കെ, സിമ്പിൾ. ഓക്കെ, പ്ലേസ് ഓഫ് സപ്ലൈയിൽ അമെൻമെൻ്റ് ഇല്ല. ഹാപ്പി അല്ലേ? നോ അമെൻമെൻറ്റ്സ്. ഓക്കെ, ചെറിയൊരു കാര്യമുണ്ട് അല്ലേ, ചെറിയൊരു കാര്യമുണ്ട്. ഇത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ അത് അമെൻമെൻ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളുടെ എന്താ പറയുക, ഇതിലെന്താ പറഞ്ഞു വെച്ചാൽ നമ്മളുടെ സെക്ഷൻ 12 അവിടെ അമെൻമെൻറ്റിനായിട്ടൊന്നും കൂട്ടണ്ട, ചെറിയൊരു കാര്യം. ഇപ്പോൾ സെക്ഷൻ 12 എടുക്കുക. നമുക്കെല്ലാവർക്കും അറിയാം സെക്ഷൻ 12 കേസിൽ ജനറൽ റൂളിൽ പറയുന്നുണ്ട് രജിസ്റ്റേർഡ് ആണെങ്കിൽ നോ ഡൗട്ട് പ്ലേസ് ഓഫ് സപ്ലൈസ് ഈക്വൽ ടു LOR ആയിരിക്കും. അല്ല അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? അഡ്രസ്സ് ഉണ്ടെങ്കിൽ സച്ച് ലൊക്കേഷൻ ഓഫ് റെസിപ്പിൻ്റ് ആയിരിക്കും അല്ലേ. അത് പിന്നെ എന്താണ് അഡ്രസ്സ് ആയിരിക്കും, എന്താണോ സപ്ലയർ കൊടുത്ത അഡ്രസ്സ് ആയിരിക്കും. ആൻഡ് അഡ്രസ്സ് ഇല്ലെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ എന്തായിരിക്കും? ലൊക്കേഷൻ ഓഫ് സപ്ലയർ ആയിരിക്കും. ഇതാണ് നമ്മളുടെ തിയറി പറയുന്നത്. ആൻഡ് ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ അൺരജിസ്റ്റേർഡ് പേഴ്സൻ്റെ കേസിലാണെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ ലിസൺ എവ്രി വൺ ഹിയർ. ഈ ലൊക്കേഷൻ ഓഫ് അഡ്രസ്സ് ഉണ്ടല്ലോ, ഈ അഡ്രസ്സ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ നേരത്തെ നമ്മളെടുത്ത ടാക്സ് ഇൻവോയ്സ് ഇല്ലേ, ആ ചാപ്റ്ററുമായിട്ട് തന്നെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഈ എപ്പോഴൊക്കെ ആയിരിക്കും ഒരു പിന്നെ സപ്ലയർ അയാളുടെ ഇൻവോയ്സിൽ അഡ്രസ്സ് കാണിക്കുക എപ്പോഴൊക്കെ ആയിരിക്കും? ഒന്ന് ഞാൻ ഇത് ബൂസ്റ്ററിൽ ഒന്നുകൂടി ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ബൂസ്റ്റർ ബുക്കിൽ ഒന്നുകൂടി ചാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ടല്ല ചാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബൂസ്റ്റർ നമുക്ക് ഓപ്പൺ ചെയ്യാം. ബൂസ്റ്റർ ബുക്കിൽ യു ക്യാൻ സി ബഡീസ് എന്താണെന്ന് വെച്ചാൽ ഓക്കെ, എപ്പോഴാണ് അഡ്രസ്സ് കൊടുക്കുക? അഡ്രസ്സ് എന്ന് വെച്ചാൽ റെസിപ്പിൻ രജിസ്റ്റർ ആണെങ്കിൽ നിർബന്ധമായിട്ട് അഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. റെസിപ്പിൻ രജിസ്റ്റർ അല്ലെങ്കിലോ ഓൺലൈൻ ഗെയിം ECO OIDR ആൻഡ് ന്യൂ അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ എനി ഡിജിറ്റൽ സർവീസ്, അതൊരു അമെൻമെൻ്റ് ആണ്. പണ്ട് ഇങ്ങനെയായിരുന്നില്ല. പണ്ട് ഓൺലൈൻ ഗെയിമിൻ്റെ കേസിലും ECOൻ്റെ കേസിലും OIDRൻ്റെ കേസിലും. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? എനി ഡിജിറ്റൽ സർവീസ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ എന്താണ് ആ റെസിപ്പിയൻ്റെ നെയിം ഓഫ് ദ സ്റ്റേറ്റ് എന്ത് ചെയ്യണം? നമ്മൾ നിർബന്ധമായിട്ട് കാണിക്കണം. നെയിം ഓഫ് ദ സ്റ്റേറ്റ് നിർബന്ധമായിട്ട് കാണിക്കണം. അപ്പോൾ ആ നെയിം ഓഫ് ദ സ്റ്റേറ്റ് എന്തായിട്ട് കണക്കാക്കും? എന്ന് വെച്ചാൽ പിന്നെ നമ്മളുടെ അഡ്രസ്സായിട്ട് കണക്കാക്കും. അപ്പോൾ എനി ഡിജിറ്റൽ സർവീസിൽ എന്ത് ചെയ്യണം? ആ സാധാരണ കസ്റ്റമർ അൺരജിസ്റ്റർ ആണെങ്കിൽ 50,000 മുകളിലാണെങ്കിൽ നമ്മൾ അഡ്രസ്സ് കാണിച്ചാൽ മതി. പക്ഷേ ഈ പറഞ്ഞ ഡിജിറ്റൽ സർവീസ്, എനി ഡിജിറ്റൽ സർവീസിൻ്റെ കേസിൽ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് അഡ്രസ്സ് കാണിക്കണം. ആ അഡ്രസ്സ് പറയുമ്പോൾ നെയിം ഓഫ് ദ സ്റ്റേറ്റ് കാണിച്ചാൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ക്ലാരിഫിക്കേഷനുമായി ബന്ധം എന്ന് വെച്ചാൽ അവർ പറയാണ്, നിങ്ങൾ ഇപ്പോൾ സെക്ഷൻ 12(2) ആൻഡ് 13(2) 13(2) ഇൻ്ററിലില്ല, അത് CM ഇൻ്ററിലുണ്ട്, CA ഇൻ്ററിലില്ല. അതായത് ആരെങ്കിലും പുറത്താണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അവിടെ ഈ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ അവർ ഇപ്പോൾ എന്താണ് അൺരജിസ്റ്റർ ആണെങ്കിൽ, റെസിപ്പിൻ്റെ അൺരജിസ്റ്റർ ആണെങ്കിൽ അതിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ സച്ച് അഡ്രസ്സ്, അങ്ങനെയല്ലേ പ്ലേസ് ഓഫ് സപ്ലൈ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അതുമായി ബന്ധപ്പെട്ടാണ് ഈ ക്ലാരിഫിക്കേഷൻ. എന്താണെന്ന് വെച്ചാൽ ആ ക്ലാരിഫിക്കേഷൻ പറയാണ് ലൊക്കേഷൻ റെസിപ്പിംഗ് ദ റെക്കോർഡ് സപ്ലൈ ഫോർ ദ 46. അതാണ് നമ്മുടെ ടാക്സ് ഇൻവോയ്സിൻ്റെ റൂള്. അതിൽ പറയുന്നുണ്ട് നെയിം ഓഫ് ദ സ്റ്റേറ്റ്. ആ നെയിം ഓഫ് ദ സ്റ്റേറ്റ് നമ്മൾ അഡ്രസ്സായിട്ട് കണക്കാക്കും. അൺരജിസ്റ്റേർഡ് പേഴ്സൺ ബൈ വേ ഓഫ് എനി ഓൺലൈൻ ഡിജിറ്റൽ സർവീസസ്, OIDR സർവീസ് ആൻഡ് ഓൺലൈൻ മണി അല്ലേ. അപ്പോൾ ഹെൻസ് നെയിം ഓഫ് ദ സ്റ്റേറ്റ്, ആ നെയിം ഓഫ് ദ സ്റ്റേറ്റ് ഉണ്ടല്ലോ, അതായിരിക്കും നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ കണക്കാക്കുക. ഒന്നുമില്ല. അപ്പോൾ ഒരു ഡിജിറ്റൽ സർവീസസിൻ്റെ കേസിലാണെങ്കിൽ നിർബന്ധമായിട്ടും റെസിപ്പിന് അൺരജിസ്റ്റർ ആണെങ്കിൽ അയാളുടെ സ്റ്റേറ്റിൻ്റെ പേര് കാണിക്കണം. ആ സ്റ്റേറ്റിൻ്റെ പേരായിരിക്കും
ആ റെസിപ്പിയൻ്റെ അഡ്രസ്സായിട്ട് കാണിക്കുക. സോ ദാറ്റ് സ്റ്റേറ്റ് വിൽ ബി ദ പ്ലേസ് ഓഫ് സപ്ലൈ. അത്രേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. കാരണം ഉറപ്പായാലും അവർക്ക് എക്സാമിൽ എന്ത് ചെയ്യാം, ഒരു പ്ലേസ് ഓഫ് സപ്ലൈ ക്വസ്റ്റ്യനിൽ അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഒന്നുമില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൺരജിസ്റ്റർഡ് ആണെങ്കിൽ അയാളുടെ അഡ്രസ്സ് ഉണ്ടെങ്കിൽ സച്ച് അഡ്രസ്സ് ആയിരിക്കും നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ. ഈ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഇൻവോയ്സിൽ കാണിക്കുന്നതാണ് അഡ്രസ്സ്. അപ്പോൾ എപ്പോൾ ഇൻവോയ്സിൽ അഡ്രസ്സ് കാണിക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. രജിസ്റ്റർ ആണെങ്കിൽ നിർബന്ധമായിട്ട് കാണിക്കണം. അൺരജിസ്റ്റർ ആണെങ്കിൽ സാധാരണ 50,000 മുകളിൽ കാണിച്ചാൽ മതി. പക്ഷേ അൺരജിസ്റ്റർ ആണ്. പക്ഷേ ഡിജിറ്റൽ സർവീസസ് ആണെങ്കിൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. OIDRഉം പിന്നെ അങ്ങനത്തെ കുറച്ച് കേസ് ഓൺലൈൻ മണി ഗെയിമിംഗ് ECO അതിൽ മാത്രമായിരുന്നു നിർബന്ധമായിട്ടും അഡ്രസ്സ് കാണിക്കേണ്ടത്. ദാറ്റ് അഡ്രസ് ഇസ് നോട്ട് കംപ്ലീറ്റ് അഡ്രസ്, നെയിം ഓഫ് ദ സ്റ്റേറ്റ് മതി. പക്ഷേ ഇപ്പോൾ പുതിയ അമെൻമെൻറ്റ് എനി ഡിജിറ്റൽ സർവീസിൽ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും അഡ്രസ്സ് കാണിക്കണം. അതായത് നെയിം ഓഫ് ദ സ്റ്റേറ്റ് കാണിക്കണം. ആ നെയിം ഓഫ് ദ സ്റ്റേറ്റ് ആളുടെ അഡ്രസ്സായിട്ട് കണക്കാക്കും. അതുകൊണ്ട് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ എന്ത് ചെയ്യണം, ആ സ്റ്റേറ്റിൻ്റെ പേരായിട്ട് കണക്കാക്കണം. അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ അമെൻമെൻറ്റ്. ഓക്കെ, ഐ ഹോപ്പ് ഓൾ ഓഫ് യു ക്ലിയർ. പിന്നെന്താണ് നമ്മളുടെ അതിൽ അമെൻമെൻറ്റ്? വാല്യൂ ഓഫ് സപ്ലൈയിലൊന്നും അമെൻമെൻറ്റ് ആയിട്ടൊന്നുമില്ല. വാല്യൂ ഓഫ് സപ്ലൈയിൽ നോക്കാം. വാല്യൂ ഓഫ് സപ്ലൈയിൽ നോ അമെൻമെൻറ്റ്. പിന്നുള്ളത് എന്തായിരുന്നു വെച്ച് നോക്കാം. ഇപ്പോൾ വാല്യൂ ഓഫ് സപ്ലൈയിൽ വാല്യൂഷൻ റൂൾസ് ഒന്നും ഇൻ്റർലില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇത് ഫൈനൽ ബുക്കാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഇത് ഫൈനലാണ്, പക്ഷേ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഞാൻ ജസ്റ്റ് ഒരു ക്യാൻ ചെയ്യാം. ഇത് നമുക്ക് ഫൈനലിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സ്റ്റുഡൻസിന് ഇത് ഡിസ്ട്രാക്ഷനാവും. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ ഏതൊക്കെയാണ് ഫൈനലിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യണമെന്ന് വെച്ചാൽ, ഒന്ന് വൗച്ചേഴ്സും പിന്നെ വാല്യുവേഷൻ റൂൾസിൽ ചെറിയൊരു അമെൻമെൻ്റ് ഉണ്ട് അല്ലേ. ഞാൻ ഫൈനലിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യാം. പിന്നെ നമ്മളുടെ ഇതൊക്കെ റൂൾസുമായി ബന്ധപ്പെട്ടാണോ, അതൊന്നും ഇൻ്റർലില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം മക്കളെ. വട്ട് ഈസ് ദാറ്റ്? റിട്ടേൺസ് അല്ലേ. റിട്ടേൺസിൽ എന്താണ് അമെൻമെൻറ്റ് നോക്കാം. റിട്ടേൺസിൽ അമെൻമെൻറ്റ് എന്താ നോക്കാം നമുക്ക്. റിട്ടേൺസിൽ GSTR 1 അമെൻമെൻറ്റ് ഉണ്ടോ? ഇല്ല. കഴിഞ്ഞ വർഷം അമെൻമെൻറ്റ് ഉണ്ടായിരുന്നു. GSTR 1A ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്രാവശ്യം വന്ന അമെൻമെൻറ്റ് മാത്രമല്ല, കഴിഞ്ഞ തവണ വന്ന അമെൻമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അതിൻ്റെയൊക്കെ ഓൾറെഡി വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. അതൊക്കെ നിങ്ങൾ അമെൻമെൻറ്റ് പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, അതുകൊണ്ട് നിർബന്ധമായിട്ട് പഠിക്കണം. എസ്പെഷ്യലി ഇൻകം ടാക്സിനൊക്കെ അമെൻമെൻറ്റ് വീഡിയോ ഇതിലിട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം റിട്ടേൺസിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു അമെൻമെൻറ്റ് നമുക്കില്ല. പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഒന്നും അമെൻമെൻറ്റ് ഇല്ല. യു ആർ ഹാപ്പി. പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഒന്നും അമെൻമെൻറ്റ് ഇല്ല. ഇത് കഴിഞ്ഞ തവണ ഒന്നും അമെൻമെൻറ്റ് ആണ്. GSTR 4 ഡ്യൂ ഡേറ്റ് 30 ഏപ്രിൽ 30 ജൂൺ ആക്കി അല്ലേ. അത് കഴിഞ്ഞ തവണ ഒന്നും അമെൻമെൻറ്റ് ആണ്. ഇതിൽ ചെറിയൊരു അമെൻമെൻറ്റ് GSTR 7 ഉണ്ട്. GSTR 7 ആരുടെ റിട്ടേൺ ആണ്? TDS കട്ട് ചെയ്യേണ്ട ആളുകളുടെ റിട്ടേൺ. അതായത് ഗവൺമെൻറ് ഏജൻസി, പിന്നെ ഒരു മെറ്റൽ സ്ക്രാപ്പിൻ്റെ ഒക്കെ കേസ് അല്ലേ. അപ്പോൾ അവിടെ എന്താ അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ, TDSൻ്റെ GSTR 7A എന്നുള്ള റിട്ടേൺ എപ്പോഴാണ് ഫയൽ ചെയ്യുന്നത് വെച്ചാൽ 10th ഓഫ് ദ സക്സീഡിങ് മന്ത് ആണ് നമ്മൾ ഫയൽ ചെയ്യുക. അന്ന് 10th ഓഫ് ദ സക്സീഡിങ് മന്ത് ഇൻ വിച്ച് ഡിഡക്ഷൻ മെയ്ഡ് എന്നായിരുന്നു അല്ലേ. ഇപ്പോൾ അത് വെട്ടി. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ പണ്ട് TDS കട്ട് ചെയ്താൽ മാത്രം നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇത് വെട്ടിയതുകൊണ്ട് ഇപ്പോഴത്തെ ഇംപ്ലിക്കേഷൻ എന്താ? TDS കട്ട് ചെയ്താലും ഇല്ലെങ്കിലും എന്ത് ചെയ്യണം, GSTR 7 എല്ലാ മാസവും മാൻഡേറ്ററി ആണ്. അതാണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻ. മനസ്സിലായോ? അപ്പോൾ TDS റിട്ടേൺ നൗ മാൻഡേറ്ററി ഫോർ എവറി മന്ത്സ്, റെസ്പെക്റ്റീവ് ഓഫ് വെദർ യു ആർ ഡൺ ഓർ നോട്ട്. TDS ആ മാസം കട്ട് ചെയ്താൽ ഇല്ലെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു അമെൻമെൻറ്റ്. ഓക്കെ, സെറ്റ്. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ GSTR 9 അതിലൊന്നും വേറെ അമെൻമെൻറ്റ്സ് ഇല്ല. ഓക്കെ, എൻജോയ്. ഇപ്പോൾ നമ്മുടെ ITC ആണ്. ITCൻ്റെ അമെൻമെൻറ്റ് എന്താ നോക്കാം. ITCയിലും അമെൻമെൻറ്റ് വല്ലാതായിട്ട് ഒന്നും അങ്ങനെ ഇല്ല. GSTR 1 കഴിഞ്ഞാൽ വന്ന അമെൻമെൻ്റ് ആണ്. പിന്നെ ഇതൊരു 74A എന്നുള്ള സാധനം ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇൻ്റർ ലെവൽ നോക്കുകയേ വേണ്ട. നിങ്ങളുടെ ബുക്കിലും ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഇൻ്റർ ബുക്കിൽ നോക്കണ്ട. ഇത് ഫൈനലിൽ വന്ന അമെൻമെൻ്റ് ആണ്. അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈനലിൽ ഉറപ്പായാലും പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ ഇത് ഒരു ക്ലാരിഫിക്കേഷനാണ്. ഡെഫിനറ്റ്ലി യു ഹാവ് ടു സ്റ്റഡി ദിസ്. ഇത് സംഭവം വെച്ചാൽ സംഭവത്തിലുള്ളൂ. ഈ എക്സ് വർക്ക്സ് എന്നുള്ള ഒരു പരിപാടിയാണ്. എക്സ് വർക്ക്സ് എന്ന് വെച്ചാൽ ലിസൺ എവരി വൺ. നമ്മളിതിനെ എക്സ് ഷോറൂം എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇപ്പോൾ ലിസൺ എവരി വൺ ഹിയർ. ഇപ്പോൾ മാരുതി അല്ലെങ്കിൽ ഇപ്പോൾ ഹോണ്ടൻ്റെ, ഇപ്പോൾ ആപ്കോ ഹോണ്ട എന്നുള്ള ഒരു ഹോണ്ടൻ്റെ ഡീലറുണ്ട്. ഇവരെന്ത് ചെയ്യാണ്, ഹോണ്ട മാനുഫാക്ചറിങ് കമ്പനി അടുത്ത് പോയിട്ടാണ് കാർ വാങ്ങുക. എങ്ങനെ കാർ വാങ്ങുക വെച്ചാൽ എക്സ് വർക്ക്സ് എന്നുള്ള കോൺട്രാക്റ്റിലാണ് ഒരു കാർ വാങ്ങുക. എക്സ് വർക്ക്സ് എന്ന് വെച്ചാൽ അവിടെ പോയിട്ട് അവർ വാങ്ങണം. അതായത് അപ്കൗണ്ട് എന്ത് ചെയ്യും, ഒരു ലോറി കയറിനെ വിടും. ഇപ്പോൾ ഇത് മുംബൈയിലാണ് വിചാരിക്കുക. മുംബൈയിലേക്ക് ലോറി വിടും. ലോറി വിട്ടിട്ട് എന്ത് ചെയ്യും, അവർ ലോറിയിലേക്ക് ഇത് കാറൊക്കെ കയറ്റിയിട്ട് ഈ ആപ്കോ ഹോണ്ടയാണ് അത് ഇങ്ങോട്ട് എത്തിക്കേണ്ടത്. അല്ലാതെ ഹോണ്ട മാനുഫാക്ചർ അല്ല അത് ഇങ്ങോട്ട് എത്തിക്കുക. നോർമൽ
കോൺട്രാക്റ്റ് ഒക്കെ ഇങ്ങനെയായിരിക്കും. ഈ കാറിൻ്റെ കേസിലൊക്കെ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ അവിടെ സപ്ലൈ കംപ്ലീറ്റ് ആയി. പിന്നെ എന്ത് ചെയ്യും, ഇവരിങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ മുംബൈയിൽ നമുക്ക് കിട്ടിയത്, മുംബൈയിൽ നമ്മൾ ഹോണ്ടൻ്റെ മാനുഫാക്ചർ അടുത്ത് പോയിട്ട് നമ്മൾ വാങ്ങുന്നത് 29th ഏപ്രിലാണ് വിചാരിക്കാം. 29th ഏപ്രിലാണ് കാറ് വാങ്ങുന്നത്. പേയ്മെൻറ്റ് കൊടുത്തു. നമുക്ക് അത് ആപ്കോ ഹോണ്ട ഇവർ വിട്ട ലോറിക്കാരന് ആ കാറ് കൈവശം കിട്ടി. പക്ഷേ കാറ് ഈ ലോറി ഇങ്ങോട്ട് എത്തുന്നത് മുംബൈയിൽ നിന്ന് ഇങ്ങോട്ട് എത്തണ്ടേ. അപ്പോൾ മുംബൈയിൽ ഇങ്ങോട്ട് എത്തുന്നത് മെയ് 4 വിചാരിക്കാം. മെയ് 4 ആപ്കോ ഹോണ്ടൻ്റെ മലപ്പുറം ഷോറൂമിൽ എത്തുന്നത് വിചാരിക്കാം. അപ്പോൾ എൻ്റെ ഡൗട്ട്, ആപ്കോ ഹോണ്ടക്ക് അതിൻ്റെ ITC ഏത് മാസമാണ് കിട്ടാം? കാറിൻ്റെ ITC കിട്ടുമോ? ഡെഫിനറ്റ്ലി ഡീലേഴ്സിന് കിട്ടും. അപ്പോൾ ഏത് മാസമാണ് ITC കിട്ടുക? ഏപ്രിൽ മാസമാണോ കിട്ടുക അതോ മെയ് മാസമാണോ കിട്ടുക? നമുക്ക് എല്ലാവർക്കും അറിയാം, ഗുഡ്സ് കിട്ടുന്ന മാസം മാത്രമേ നമുക്ക് 3Bയിൽ കാണിക്കാൻ പറ്റുള്ളൂ. ഈവൻ ദോ 2Bയിൽ വന്നാൽ പോലും നമുക്ക് ഗുഡ്സ് കിട്ടുന്ന മാസത്തെ 3Bയിൽ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഏപ്രിലിലെ 3Bയിൽ എടുക്കാൻ പറ്റുമോ അതോ മെയ്യിലെ 3Bയിൽ എടുക്കാൻ പറ്റുള്ളൂ? അതാണ് ക്ലാരിഫിക്കേഷൻ. അതായത് ശരിക്കും മെയ് 4 ആപ്കോ ഹോണ്ട കിട്ടുന്നെങ്കിൽ കൂടെ ഇതൊരു എക്സ്വർക്സ് കോൺട്രാക്റ്റ് ആയതുകൊണ്ട്, എക്സ്വർക്സ് എന്ന് വെച്ചാൽ പിന്നെ ഷോപ്പിൽ പോയിട്ട് വാങ്ങുന്ന കോൺട്രാക്റ്റാണ്. അവിടെ തന്നെ സപ്ലൈ കംപ്ലീറ്റ് ആയി അല്ലേ. അപ്പം അങ്ങനത്തെ കോൺട്രാക്റ്റ് ആയതുകൊണ്ട് അവിടെ കിട്ടുമ്പോൾ, അതായത് ഇവിടെ കിട്ടുമ്പോൾ തന്നെ ആപ്കോ ഹോണ്ടക്ക് അത് റിസീവ് ചെയ്ത പോലെ കണക്കാകും. സോ ദേ ക്യാൻ എൻജോയ് ദ ITC. എപ്പോൾ? ഏപ്രിൽ മാസം ITC എടുക്കാം. അതാണ് ക്ലാരിഫിക്കേഷൻ. പിന്നെ അതിൻ്റെ ഇടയിൽ വരുന്ന സമയത്ത് ഇത് കേട് വന്നു അല്ലെങ്കിൽ വേറെ വല്ല പർപ്പസും ഡൈവേർട്ട് ചെയ്തു, അപ്പോൾ പിന്നെ ITC കിട്ടില്ല. പക്ഷേ ഇതാണ് ക്ലാരിഫിക്കേഷൻ. അതായത് നമുക്ക് ഇവിടെ കിട്ടണ നിർബന്ധമല്ല, അവിടെ നിന്ന് നമുക്ക് ITC എടുക്കാൻ പറ്റും. Are you getting? That's an important clarification. Easily test in exams. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കാം. അപ്പോൾ അതാണ് ITCയിൽ ഒരു അമെൻമെൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ ബ്ലോക്ക്ഡ് ITC ഒക്കെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ബ്ലോക്ക്ഡ് ITC പഠിച്ചില്ല മക്കളെ. ബ്ലോക്ക്ഡ് ITCയിലും അങ്ങനെ അമെൻമെൻ്റ് ആയിട്ടൊന്നും പഠിക്കാനില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ പിന്നെ ബേസിക്കലി ഇത് ഇൻ്ററിൽ നോക്കണ്ട, ഫൈനലി ഞാൻ പറഞ്ഞുതരാം, സെപ്പറേറ്റ്ലി പറയാം എന്താണ് അമെൻമെൻറ്റ്, നമുക്ക് സെപ്പറേറ്റ്ലി പറയാം. പിന്നുള്ളത് അപ്പോർഷൻമെൻറ്റ് ഓഫ് ITC ഒന്നും ഇൻ്ററിലില്ല, അതിൽ അമെൻമെൻറ്റും ഇല്ല. നോ അമെൻമെൻറ്റ്സ്. എൻജോയ്. പിന്നെന്താണ് മക്കളെ നോക്കാം, നമുക്ക് ഒന്നുമില്ലേ. IST ഒന്നും ഇൻ്ററിലില്ല, അതിൽ അമെൻമെൻറ്റും ഇല്ല കേട്ടോ. ഇതൊക്കെ 74 അത് ഞാൻ പറഞ്ഞില്ല, അത് നിങ്ങൾക്ക് ഇവിടെ നോക്കണം, ഞാനത് ഒരുമിച്ച് പറയാം. ടാക്സ് ഇൻവോയ്സിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു അമെൻമെൻറ്റ്, എനി ഓൺലൈൻ ഡിജിറ്റൽ സർവീസ് എന്നുള്ള ഒരു വേർഡ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞ അഡ്രസ്സ് കാണിക്കേണ്ടതാണ്. അത് ഉറപ്പായും എവിടെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരും, ഇവിടെയോ പ്ലേസസ് സപ്ലൈയിലോ എവിടെയെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരും. കാരണം പണ്ട് നമ്മൾ എപ്പോൾ മാത്രം അഡ്രസ്സ് കാണിച്ചാൽ മതി കസ്റ്റമറുടെ, ഒന്നെങ്കിൽ കസ്റ്റമർ രജിസ്റ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ 50,000 മുകളിലാണെങ്കിൽ. പക്ഷേ പിന്നെ അവർ പറഞ്ഞു 50,000 താഴെയാണെങ്കിൽ അഡ്രസ്സ് കാണിക്കണം, ഓൺലൈൻ മണി ഗെയിമിംഗ് ഓഡിയൻ സർവീസ് ഒക്കെ ആണെങ്കിൽ, ഈസിയോ ട്രാൻസാക്ഷൻ ഒക്കെ ആണെങ്കിൽ. പക്ഷെ ഇപ്പോൾ അവർ പറയണം അങ്ങനെയല്ല, എനി ഓൺലൈൻ ഡിജിറ്റൽ സർവീസസ്. അപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ ഇത് കാണിക്കണം. ഇത് അഡ്രസ്സ് പറയുമ്പോൾ നെയിം ഓഫ് ദ സ്റ്റേറ്റ് മതി, ദാറ്റ് ഈസ് ഇനഫ്. അതന്നെ അഡ്രസ്സായിട്ട് കണക്കാക്കും അല്ലേ. അപ്പോൾ അതാണ് ഒരു അമെൻമെൻറ്റ്. പിന്നെ ടാക്സ് ഇൻവോയ്സ് ചാപ്റ്ററിൽ എന്താണ് അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, റൂൾ 47A പറയാണ് RCMൽ റെസിപ്പിയൻ്റ് ആണ് ഇൻവോയ്സ് കൊടുക്കുന്നതെങ്കിൽ അത് വിത്തിൻ 30 days കൊണ്ട് കൊടുക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ടൈം ഓഫ് സപ്ലൈൻ്റെ RCMൽ ഒരു അമെൻമെൻറ്റ് പഠിച്ചു അല്ലേ. ഓക്കെ ഫൈൻ പഠിച്ച്. പിന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ, what is the next amendment is എന്താണ് ഇതിൽ ടാക്സ് ഇൻവോയ്സിൽ അങ്ങനെ അമെൻമെൻറ്റ് വേറെ ഒന്നുമില്ല, ഈ ഇൻവോയ്സിലും ഒന്നും അമെൻമെൻറ്റുകളില്ല. അപ്പോൾ വളരെ 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 സന്തോഷം. പിന്നെ ഇ വേ ബില്ലും അങ്ങനെ അമെൻമെൻ്റ് ആയിട്ടും നമുക്ക് ഇല്ല. ഇ വേ ബില്ല് നോ അമെൻമെൻറ്റ്സ്. ഇതിൽ അമെൻമെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. അതായത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, കമ്പൽസറി ആയിട്ടുള്ള ഒരു ഇ വേ ബില്ല് വേണ്ട കുറച്ച് കേസ് ഉണ്ട് അല്ലേ. അതിൽ ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ ഓഫ് ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സിൻ്റെ കേസൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയാണ്, ഹിയർ എ യുണീക്ക് എൻറോൾമെൻറ്റ് നമ്പർ ഷാൾ ബി ജനറേറ്റഡ് ആൻഡ് കമ്മ്യൂണിക്കേറ്റഡ് സെറ്റ് പേഴ്സൺ അപ്പോൺ ദ ജനറേഷൻ. ഒന്നുമില്ല, അതൊരു പിന്നെ എന്താണ് ഒരു യുണീക്ക് എൻറോൾമെൻറ്റ് നമ്പർ എന്ത് ചെയ്യണം, നമ്മൾ അവർക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. കാരണം നോർമലി ദിസ് പേഴ്സൺ വിൽ ബി അൺരജിസ്റ്റേർഡ്. ഈ ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സൊക്കെ ഇൻ്റർസെറ്റ് ചെയ്യുന്ന സംഭവ ആളുകൾ അവർ എക്സംപ്റ്റഡ് ഫ്രം രജിസ്ട്രേഷൻ, അത് കമ്പൽസറി രജിസ്ട്രേഷൻ ആവശ്യമില്ല. അപ്പോൾ അവർക്കൊരു യുണീക്ക് എൻറോൾമെൻറ്റ് നമ്പർ കൊടുക്കണം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ യെസ്. പിന്നെ അതുപോലെ തന്നെ വേറെന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പിന്നെ ഇവിടെയും എന്താണ് അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആയതുകൊണ്ട് അൺരജിസ്റ്റേർഡ് പേഴ്സൺ ഇ വേ ബിൽ ജനറേറ്റ് ചെയ്യണോ? വേണം. അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ് ഇ വേ ബിൽ ജനറേറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ യുണീക്ക് എൻറോൾമെൻറ്റ് നമ്പർ കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ ദാറ്റ്സ് ഇറ്റ്.
പിന്നെ എന്തായിരുന്നു അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സിലൊന്നും അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് CMA ഇൻ്ററിൽ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ബുക്കിൽ ഉണ്ടാവില്ല, കാരണം അതിലില്ല. പിന്നെ പേയ്മെൻറ്റ് ഓഫ് ടാക്സിൽ എന്തെങ്കിലും അമെൻമെൻറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ നമുക്ക് അമെൻമെൻറ്റ്സ് ആയിട്ടൊന്നും കാണാൻ കഴിയില്ല. നോ അമെൻമെൻറ്റ്സ്. ഓക്കെ. പിന്നെ റെസ്ട്രിക്ഷൻ ITC ഇല്ല, അതിൽ റൂൾ ITC ബില്ലില്ല. സോ യു ആർ സേഫ്. ഇൻട്രസ്റ്റ് കമ്പ്യൂട്ടേഷനിലൊന്നും അമെൻമെൻറ്റ് ഇല്ല. പിന്നെ TDS and TCS CMA ഇൻ്ററിൽ കേട്ടോ. ഓക്കെ. TDS and TCSലും അമെൻമെൻറ്റ് ഇല്ല. പിന്നെ TCSൽ ചെറിയൊരു കാര്യം പറയാനുണ്ട്. അത് പിന്നെ CMA ഇൻ്ററിൽ സ്പെസിഫിക്കലി പറയുന്നില്ലെങ്കിൽ കൂടെ TCS നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ആവശ്യമുണ്ട്. ദർ ഇസ് വൺ ക്ലാരിഫിക്കേഷൻ ദ ഗിവൺ. ഓക്കെ. ദിസ് ഇസ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ. ലിസൺ എവ്രി വൺ ഹിയർ. എന്താ ക്ലാരിഫിക്കേഷൻ വെച്ചാൽ പിന്നെ നമുക്ക് ഒരു എക്സാമ്പിളൂടെ പഠിക്കാം. എന്താണ് ക്ലാരിഫിക്കേഷൻ? ഒരു എക്സാമ്പിളൂടെ പഠിക്കാം. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. ഓക്കെ, there is one supplier, there is one ECO and there is one customer. Okay, listen everyone. ഈ സപ്ലയർ എന്ത് ചെയ്യും? പിന്നെ ECO വഴി സപ്ലൈ ചെയ്യും കസ്റ്റമർക്ക് അല്ലേ. ഇനി കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പൈസ വരികയാണ് 1,18,000 വന്നു. ഇത് 9,500 ആണ്. 9,500 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. ECO GST അടയ്ക്കുന്ന 5 കേസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ പാസഞ്ചേഴ്സ്, അതെന്താണ് ഓംനിബസ്, ദെൻ അക്കോമഡേഷൻ, ഹോട്ടൽ എക്സെട്ര, റെസ്റ്റോറൻറ്റ് സർവീസ് ഒക്കെ അല്ലേ. അപ്പോൾ 1,18,000. അപ്പോൾ 9,500 ആയതുകൊണ്ട് ആരാണ് GST അടയ്ക്കുക? ECO വേണം GST അടയ്ക്കാൻ. 18,000 രൂപ അവർ വേണം ഗവൺമെൻറ്റിലേക്ക് GST അടയ്ക്കാൻ. പിന്നെ 1 lakh ആണ് നമ്മളുടെ സപ്ലയർ ഏൽപ്പിക്കുക. ഇനി ലിസൺ എവരിവൺ. അപ്പോൾ ഇവിടെ 2 GST അടയ്ക്കേണ്ടി വരും ECO. ഏത് 2 GST? ഒന്ന്, സപ്ലയറുടെ കയ്യിൽ നിന്ന് ഒരു കമ്മീഷൻ കിട്ടൂലേ. ലെറ്റ് സപ്പോസ് ഒരു 1000 രൂപ കമ്മീഷൻ കിട്ടി. 1000 രൂപേൻ്റെ മേലെയും എന്ത് ചെയ്യേണ്ടി വരും? ഇപ്പോൾ എക്സാമ്പിൾ ഒരു 150 രൂപ GST അടയ്ക്കേണ്ടി വരും. പിന്നെ നമ്മുടെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിയ 18,000 രൂപേൻ്റെ കയ്യിൽ നിന്ന് GST വാങ്ങേണ്ടി വരും. എന്നാൽ ലെറ്റ് സപ്പോസ് ECOൻ്റെ കയ്യിൽ ITC ആയിട്ടുള്ളത് എത്ര വിചാരിക്കാം? ഒരു 10,000 രൂപ ITC ഉണ്ട് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ECO ഈ മാസം ഗവൺമെൻറ്റിലേക്ക് GST അടയ്ക്കേണ്ടി വരിക? നമുക്ക് നോക്കാം. ഒന്ന്, പിന്നെ 9,500 സപ്ലൈൻ്റെ മേലെ എത്ര കൊടുക്കാനുണ്ട്? 18,000. അതായത് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിയ 18,000. പിന്നെ ഇവിടെ കമ്മീഷൻ്റെ മേലെ ഒരു 180 രൂപ GST അടയ്ക്കാനുണ്ട് അല്ലേ. നമുക്ക് കമ്മീഷൻ 10,000 ആക്കാം, കുറച്ചും കൂടി വലിയ എമൗണ്ട് ആക്കാം. 1,800 GST അടയ്ക്കാനുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര GST അടയ്ക്കാനുണ്ട്? 19,800 GST അടയ്ക്കാനുണ്ട്. എത്ര ITCൻ്റെ കയ്യിൽ? 10,000. അപ്പോൾ മൈനസ് ITC 10,000. അപ്പോൾ എത്ര കൊടുത്താൽ മതി? 9,800 കൊടുത്താൽ മതി. അല്ലേ? അല്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതാണ് ക്ലാരിഫിക്കേഷൻ. അതായത് നിങ്ങൾ ഈ 18,000 നിങ്ങളുടെ സപ്ലൈ അല്ലല്ലോ, നിങ്ങളുടെ സപ്ലൈൻ്റെ മേലുള്ള 18,000 അല്ലല്ലോ അത്. അതുകൊണ്ട് അത് നിങ്ങൾ ഫുള്ളായിട്ട് കൊടുക്കണം. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു കാരണവശാലും ITC യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എവിടെ നിന്ന് മാത്രം ITC? നിങ്ങളുടെ സപ്ലൈ കമ്മീഷനല്ലേ. ആ കമ്മീഷൻ്റെ മേലെ നിങ്ങൾക്ക് 1,800 സപ്ലൈയുടെ കയ്യിൽ GST കിട്ടി. അതൊന്നും മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിങ്ങളുടെ ITC എത്രയുണ്ട്? 10,000. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 1,800 കുറയ്ക്കാം. അപ്പോൾ അത് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട. ബാക്കി ITC നിങ്ങൾക്ക് അടുത്ത മാസത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? ഈ 18,000 നിങ്ങൾക്ക് ITC കുറയ്ക്കാൻ പറ്റില്ല. ഇതാണ് ക്ലാരിഫിക്കേഷൻ. ഈ ക്ലാരിഫിക്കേഷൻ പുതിയ ക്ലാരിഫിക്കേഷനോ അല്ല, ഇത് പഴയ ക്ലാരിഫിക്കേഷൻ നമ്മുടെ ബുക്കിൽ ഓൾറെഡി ഉണ്ട്. പിന്നെ എന്താണ് പുതുതായിട്ടെന്ന് വെച്ചാൽ ഇത് എല്ലാ സർവീസുകൾക്കും ബാധകമാണ്. പണ്ട് ഈ ക്ലാരിഫിക്കേഷൻ റെസ്റ്റോറൻറ്റിൻ്റെ കേസിൽ മാത്രം കൊണ്ടുവന്ന ക്ലാരിഫിക്കേഷനാണ്. റെസ്റ്റോറൻറ്റ് ക്ലാരിഫിക്കേഷനാണ്. അപ്പോൾ അവർ പറയാണ്, ഇപ്പം ഞാനീ പറഞ്ഞ എക്സാമ്പിളില്ലേ, അത് റെസ്റ്റോറൻറ്റിന് മാത്രമല്ല ക്ലാരിഫിക്കേഷൻ അല്ല, അത് ആ 9,500 പറഞ്ഞ 5 കേസുകൾക്കും, റെസ്റ്റോറൻറ്റും പിന്നെ ഹോട്ടൽ അക്കോമഡേഷനും പിന്നെന്താണ് നമ്മുടെ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ, എല്ലാവർക്കും ഈ ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ ബാധകമാണ്. ഇതാണ് അമെൻമെൻറ്റ്. അല്ലാതെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ഒരു എക്സാമ്പിൾ അമെൻമെൻ്റ് അല്ല, അത് ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഈ എക്സാം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അത് എന്താണ് അമെൻമെൻറ്റ് വെച്ചാൽ നൗ ദിസ് ഇസ് അപ്ലിക്കബിൾ ടു ഓൾ ദ പേഴ്സൺസ് അണ്ടർ 9,500. ആ 9,500 5 പേർക്കും ഇങ്ങനെ തന്നെ ചെയ്യണം. അതായത് ആ 9,500 കൊടുക്കാനുള്ള GST നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ITC കുറയ്ക്കാൻ പറ്റില്ല. സെറ്റ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് പിന്നെ ഒരു ഇൻ്റർ ലെവലിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ. അമെൻമെൻറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോട്ട് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ബുക്കൊക്കെ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓർഡർ ചെയ്യാം. അപ്പോൾ ഏതായാലും പിന്നെ എല്ലാവർക്കും ഒരു ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആണെങ്കിൽ താഴെ നിങ്ങൾ എന്ത് ചെയ്യാം? കമൻറ്റ് ഇടുക. നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. ഓക്കെ. താങ്ക് യു ഫോർ ഇൻ്റർ. ഫൈനൽ കൂടെ സ്റ്റുഡൻസ് പോകാൻ വരട്ടെ. നിങ്ങളവിടെ നിൽക്കും.
നിങ്ങൾക്ക് നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാൻ വൗച്ചറിൻ്റെ കേസും ഒരു വാലുവേഷൻ്റെ കേസ് അവിടെ ഉണ്ട്, നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ താഴേക്ക് പോയി നോക്കാം. എക്സ്പോർട്ട് ഇമ്പോർട്ടിൻ്റെ കേസിൽ എന്തെങ്കിലും അമെൻമെൻറ്റ്സ് ഉണ്ടോ നോക്കാം. നമുക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ടിൻ്റെ കേസിലൊന്നും അങ്ങനെ അമെൻമെൻ്റ് ആയിട്ട് യാതൊന്നും അവിടെ ഇല്ല, ഇല്ല. ODR ഇല്ല, ഒന്നുമില്ല. പിന്നെ എന്താണ് സീറോ റേറ്റഡ് സപ്ലൈൻ്റെ അവിടെ അമെൻമെൻ്റ് ഇല്ല. 2 ways ഓഫ് എക്സ്പോർട്ടൊക്കെ നമുക്കറിയാം. ഇവിടെ ചെറുതായിട്ടൊരു പിന്നെ എന്താണ് ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, സോ വാട്ട് ഈസ് ദ അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം 2 രീതിയിലാണ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുക. ഒന്ന് നമുക്ക് LUT ബോണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം. ബോണ്ട് അങ്ങനെ വേണ്ട, LUT ബോണ്ട് നമ്മൾ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്യുന്നത്. LUT അത് നമ്മൾ GST അടയ്ക്കാതെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. മറ്റത് ആദ്യം നിങ്ങൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ തിരിച്ചു വാങ്ങിക്കാം. ഇതിലേതാണ് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ പ്രാക്ടിക്കലി ഒന്നുകൂടെ ഈസി പ്രോസസ്സ് ഇതാണ്, ഈ രണ്ടാമത്തെ കേസാണ്. കാരണം പെട്ടെന്ന് റീഫണ്ട് കിട്ടുന്ന ഒരു കേസ് അതാണ്. പക്ഷേ അതിൽ ഒരു പ്രശ്നം വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് ഔട്ട്ഫ്ലോ പോകുന്നതാണ്. ഓക്കെ, ഇപ്പം ഞാൻ അതെന്താണെന്ന് പറഞ്ഞു തന്നില്ല, നിങ്ങളോട് പഠിച്ച കാര്യങ്ങളായിരിക്കും. പക്ഷെ എന്താണ് അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ അവിടെ ഒരു ചെറിയ കാര്യം പറയുന്നുണ്ട്, എലിജിബിൾ പേഴ്സൺ ആൻഡ് ഗുഡ്സ് ഫോർ ദിസ്. ഈ പറഞ്ഞ എന്താണ് ഈ പറഞ്ഞ രീതിയിൽ, അതായത് ആദ്യം പേയ്മെൻറ്റ് ചെയ്തിട്ട് റീഫണ്ട് വാങ്ങുന്ന ആ പരിപാടി ഉണ്ടല്ലോ, അത് രണ്ടാമത്തെ ഓപ്ഷൻ. ഈ ഓപ്ഷൻ ഓൾ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് നമുക്കിത് ചെയ്യാൻ കഴിയും. പക്ഷേ എക്സെപ്റ്റ് സം നോട്ടിഫൈഡ് ഗുഡ്സ്, ചില നോട്ടിഫൈഡ് ഗുഡ്സുകൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. പാൻ മസാല, ടൊബാക്കോ, അങ്ങനെ കുറേ വലിയ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ലിസ്റ്റിന് താഴെ അവർ കൊടുത്തിട്ടുണ്ട് ദിസ് ഓൺലി ഫോർ നോളജ് പർപ്പസ്, വിൽ നോട്ട് ബി ടെസ്റ്റഡ് ഇൻ എക്സാംസ്. അതുകൊണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാ ഗുഡ്സുകൾക്കും ഈ പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷൻ ചെയ്യാൻ പറ്റൂല എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓൾ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈഡ് സെസ് ഡെവലപ്പർ ആൻഡ് യൂണിറ്റ് ഫ്രം ദ ഓതറൈസ്ഡ് ഓപ്പറേഷൻ എക്സെപ്റ്റ് നോട്ടിഫൈഡ് ഗുഡ്സ്. അപ്പോൾ ഒന്നുമില്ല, നമുക്ക് ഈ രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് എല്ലാ കേസിനും യൂസ് ചെയ്യാം, എക്സെപ്റ്റ് ഈ പറഞ്ഞ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അത് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കില്ല, കാരണം അതന്നെ അവർ പറയുന്നുണ്ട് ദാറ്റ് ഈസ് ഓൺലി ഫോർ നോളജ് പർപ്പസ് എന്ന് പറയുന്നുണ്ട്. സോ നോ ഇഷ്യൂസ്. പിന്നെ നമ്മൾ മെർച്ചൻ്റ് എക്സ്പോർട്ടിലൊന്നും അമെൻമെൻ്റ് ഇല്ല. പിന്നെ എന്താണ് സബ് കോൺട്രാക്റ്റിങ്, അങ്ങനത്തെ കുറേ കേസുകൾ നമ്മൾ എക്സ്പോർട്ടിൻ്റെ കേസ് പഠിച്ചാൽ അതൊന്നും അമെൻമെൻ്റ് ഇല്ല. പിന്നെ റീഫണ്ടിൻ്റെ കേസാണ്. റീഫണ്ടിൻ്റെ കേസിലും അങ്ങനെ പ്രത്യേകിച്ച് വലിയൊരു അമെൻമെൻ്റ് ഒന്നും ഇല്ലതായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഉണ്ടാവില്ല. അതിലൊരു കമ്പ്യൂട്ടേഷൻ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, റീഫണ്ട് കമ്പ്യൂട്ടേഷൻ്റെ കേസൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. റൂൾ 894 5 ഒക്കെ പഠിച്ചിട്ടില്ലേ? ഓക്കെ, അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ട് പഠിക്കണുണ്ടോ. പിന്നെ അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം. ഇവിടെ ഒന്നും അമെൻമെൻ്റ് ആയിട്ട് നമുക്ക് ഇല്ല കേട്ടോ, നോ അമെൻമെൻറ്റ്. ഓക്കെ, പിന്നുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ വട്ട് ഈസ് അനദർ അമെൻമെൻറ്റ്സ് ഇൻ GST കോമ്പൻസേഷൻ നമ്മൾ പഠിക്കേണ്ട അസസ്മെൻറ്റ് ആൻഡ് ഓഡിറ്റ് അല്ലേ. അസസ്മെൻറ്റ് ആൻഡ് ഓഡിറ്റ്, സെൽഫ് അസസ്മെൻറ്റ് ഉണ്ട്, പിന്നെ പ്രൊഫഷണൽ അസസ്മെൻറ്റ്, അതിലൊന്നും അമെൻമെൻ്റ് ഇല്ല. പിന്നെ സ്ക്രൂട്ടിനി റിട്ടേൺസ് ഉണ്ട് അല്ലേ. ഈ 74A എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ വേണം, ഞാൻ ഒറ്റ ഇതിൽ പറയാം കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താണ് അസസ്മെൻറ്റ് ഓഫ്, അതൊന്നും നമുക്ക് അമെൻമെൻ്റ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല, ഇതൊന്നും അമെൻമെൻ്റ് ആയിട്ട് കൂട്ടണ്ട. ഓക്കെ, പിന്നെ ഇൻസ്പെക്ഷൻ, അപ്പോൾ അതിലൊന്നും അമെൻമെൻ്റ് ഇല്ല. ഇൻസ്പെക്ഷനിലൊന്നും അമെൻമെൻ്റ് ഇല്ല. ഇൻസ്പെക്ഷൻ, സെർച്ച് ആൻഡ് സീജിയർ അല്ലേ. അപ്പോൾ ഞാൻ ഇതിനെ കാണിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. അതിലൊന്നും അമെൻമെൻ്റ് ഇല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ ഇതാക്കാം. പിന്നെ ഇതൊന്നുമില്ല, അത് അങ്ങനെ എക്സാമ്പിൾ ചോദിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. നമുക്കെല്ലാവർക്കും അറിയാം സമൻസ് അല്ലേ, സെക്ഷൻ 70 ആണ് സമൻസ്. പിന്നെ എന്താണ് ഇത് ഇൻകം ടാക്സിലാണെങ്കിൽ 131(1)A ആണ് സമൻസിൻ്റെ സെക്ഷൻ. അപ്പോൾ സമൻസിൻ്റെ കേസിൽ ഓൾ ദ പേഴ്സൺ സമൻഡ് ഷാൾ ബി ബൗണ്ട് ടു അറ്റൻഡ് ഈതർ ഇൻ പേഴ്സൺ ഓർ ബൈ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആസ് എ പ്രോപ്പർ ഓഫീസർ ഡയറക്റ്റ് ആൻഡ് സച്ച് പേഴ്സൺ ഷാൾ സ്റ്റേറ്റ് ദ ട്രൂത്ത് ഡ്യൂറിങ് ദ എക്സാമിനേഷൻ, മേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓർ പ്രൊഡ്യൂസ് ഡോക്യുമെൻറ്റ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ പറ്റുന്ന പരിപാടിയല്ല, അതൊരു ചെറിയൊരു കാര്യം ആഡ് ചെയ്ത് മാത്രമാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, സമൻസ് കിട്ടി എല്ലാവരും ഒന്നുകിൽ പേഴ്സൺ, അതായത് സ്വന്തമായിട്ട് ഹാജരാവണം, അല്ലെങ്കിൽ ഓതറൈസ് റെപ്രസെൻറ്റ് CA CM ഒക്കെ പോയിട്ട് ഹാജരാവണം. അതുപോലെ തന്നെ ട്രൂത്ത്, എല്ലാം സത്യം മാത്രം പറയണം. ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു അമെൻമെൻ്റ് അല്ല, അതുകൊണ്ട് വെറുതെ ഒന്ന് വായിച്ചിട്ടാൽ മതി. പിന്നെ ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് 122 ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ പിന്നെ എന്താണ് ഇതിൽ ചെറിയൊരു അമെൻമെൻ്റ് ഉണ്ട്. ഈ 122 എന്നതാ 122(1) ഉണ്ട്. അതിൽ നമുക്കറിയാം ഒരുപാട് ഒഫൻസുകളുണ്ട്. ഒരു 21 ഒഫൻസിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ, 21 ഒഫൻസസ് ഉണ്ട്. അതിനുശേഷം അതിൻ്റെ പെനാൽറ്റി ഒക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ അതുപോലെ 1A പറയുന്നുണ്ട്, ആരെങ്കിലും അതിൻ്റെ എന്താണ് റീറ്റെയിൻ ദ ബെനിഫിറ്റ്സ് അവർക്കുള്ള ഇതാണ് 1A. 1B എന്ന് വെച്ചാൽ എനി ECO, പണ്ട് എനി ECO എന്നായിരുന്നു, ഇപ്പം എന്താണ് ഹൂസ് ലയബിൾ ടു കളക്ട് ECs അണ്ടർ 52, അത് ആഡ് ചെയ്തു, അത്രയുള്ള അമെൻമെൻറ്റ്. അപ്പോൾ 1B ഇസ് നോട്ട് അപ്ലിക്കബിൾ ഫോർ ഓൾ ദ ECO. ഏത് ECOക്ക് മാത്രമാണ് 1B വരിക? TCS കളക്ട് ചെയ്യാൻ എന്താണ് ബാധ്യസ്ഥരായിട്ടുള്ള ECO. ഓക്കെ, അപ്പോൾ TCS കളക്ട് ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ള ECO. അപ്പോൾ പണ്ട് എല്ലാ ECOയും TCS കളക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം നമുക്ക് 95 വരുന്ന സമയത്ത് TCS വാങ്ങേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ സപ്ലൈ അണ്ടർ രജിസ്റ്റർ ആണെങ്കിൽ TCS വാങ്ങൂല. അപ്പോൾ അങ്ങനത്തെ കുറേ കേസുകളുണ്ട്. അപ്പോൾ ബേസിക്കലി TCS കളക്ട് ചെയ്യേണ്ട ECO എന്ന് മാത്രമാക്കി മാറ്റി.
അതാണ് അമെൻമെൻറ്റ്. സോ നോട്ട് അപ്ലിക്കബിൾ ഫോർ ഓൾ ദി ECO. ഓക്കെ, അപ്പോൾ അതിൻ്റെ പെനാൽറ്റി ഒന്നും പറയുന്നില്ല, പക്ഷെ നിങ്ങൾ അത് അങ്ങനെ വായിക്കണം. ഓക്കെ, പിന്നെന്താണ് മക്കളെ അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ അതിൽ അത്രേ ഉള്ളൂ, അമെൻമെൻറ്റ് അത്രേ ഉള്ളൂ. പിന്നെ എന്താണ് നെക്സ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ കോൺഫിസ്കേഷൻ, അതിൽ അമെൻമെൻറ്റ് ഒന്നുമില്ല. പണിഷ്മെൻറ്റ്, അതിലൊന്നും അമെൻമെൻറ്റ് ഇല്ല. പക്ഷേ അമെൻമെൻറ്റിൻ്റെ ഏരിയ എന്താണെന്ന് വെച്ചാൽ ദിസ് ഡിമാൻഡ് അഡ്ജഡിക്കേഷൻ. ഓക്കെ, ഇവിടെയാണ് അമെൻമെൻറ്റ്. ഡിമാൻഡ് അഡ്ജഡിക്കേഷൻ ആൻഡ് റിക്കവറി. ഹിയർ എ ബിഗ് അമെൻമെൻറ്റ്. നമുക്ക് പണ്ട് 73, 74 മാത്രമല്ലേ ഉണ്ടായിരുന്നത്. എനിക്ക് എന്താണ് ഇത് കഴിഞ്ഞ ഒരുപാട് പേര് ചോദിച്ചു, സാർ ഇത് കഴിഞ്ഞ എക്സാമിൽ അമെൻമെൻറ്റ് ഉണ്ടോ? ഇത് കഴിഞ്ഞ എക്സാമിൽ ബാധകമല്ല കേട്ടോ, ഇനി വരുന്ന എക്സാംസിനാണ് ഇത് ബാധകം. മെയ് എക്സാമിൽ ഇത് ബാധകമായിരുന്നില്ല. അതായത് ഇത് ഫിനാൻസ് ആക്ടിൽ വന്ന അമെൻമെൻറ്റ് ആണെങ്കിൽ കൂടെ മെയ് എക്സാമിൽ ബാധകമായിരുന്നില്ല. ഇത് ഈ എക്സാമിനാണ് ഈ അമെൻമെൻറ്റ് ബാധകം. എന്താണ് അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ ഈ 73, 74 ഉണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും 73 അത്ര തന്നെ ഫ്രോഡാണ്, 74 ഫ്രോഡിൻ്റെ കേസാണ്. പക്ഷെ അതിലെന്താ പ്രശ്നം വെച്ചാൽ ഇതിൽ 2023, 24 എന്നുള്ള പ്രീവിയസ് ഇയർ വരെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 73, 74ൻ്റെ അപ്ലിക്കേഷൻ ഉള്ളൂ. അപ്പോൾ 73-ൽ വേറെ അമെൻമെൻറ്റ് ഇല്ല, 74-ലും വേറെ അമെൻമെൻറ്റ് ഇല്ല. അതിൻ്റെ അപ്ലിക്കബിലിറ്റി റെസ്ട്രിക്റ്റ് ചെയ്തു. ഏത് വർഷം വരെ? 2023, 24 വരെ റെസ്ട്രിക്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ വിചാരിക്കും, സാർ എന്തിനാ പിന്നെ നമ്മൾ 73 ഈ വർഷം പഠിക്കേണ്ട ആവശ്യമുണ്ടോ? പഠിക്കണം. കാരണം 2023, 24 എന്നുള്ള വർഷം പിന്നെന്താണ് ബേസിക്കലി അന്ന് പിന്നെ അന്നത്തെ റിട്ടേൺസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അന്നത്തെ പ്രശ്നമാണെങ്കിൽ നമ്മൾ ബേസിക്കലി റെഫർ ചെയ്യേണ്ടത് 73 ആണ്. നമ്മൾ 2024, 25 നോട്ടീസ് അയക്കാൻ എങ്ങോട്ടാണ്? 2024, 25 നോട്ടീസ് അയക്കാൻ 2023, 24 മുതലല്ലേ നോട്ടീസ് അയക്കേണ്ടാവുക. ഇപ്പോൾ 2023, 24 ഇപ്പോൾ നമ്മൾ എക്സാം എഴുതുന്നത് 2024, 25 ഇയർ ആണ്. പക്ഷേ നോട്ടീസ് അയക്കാൻ 2023, 24, 22, 23 അങ്ങനെയല്ലേ പോവുക. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇപ്പോഴും അപ്ലൈ ചെയ്യേണ്ടത് 73 ആണ്. അപ്പോൾ 73 എന്നുള്ള സെക്ഷൻ ഏത് വർഷം വരെ നിങ്ങൾ പഠിക്കേണ്ടി വരും? ഏകദേശം ഒരു മൂന്നും പിന്നെ എന്താണ് അല്ലേ, എത്ര വർഷം നമുക്കൊരു നോട്ടീസ് അയക്കാൻ പറ്റും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? 2 years and 9 months, അതായത് 3 years ആണ് നമുക്ക് ബേസിക്കലി ആനുവൽ റിട്ടേൺ അവിടുന്ന് ഇതാവുക. അപ്പോൾ ബേസിക്കലി നിങ്ങൾ എത്ര വർഷം വരെ പഠിക്കേണ്ടിയിരുന്നു വെച്ചാൽ 2023, 24 ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്ത് അവിടെ മുതൽ. അപ്പോൾ ഏകദേശം നമ്മളുടെ ഒരു ഡിസംബർ 25, 26, 2027 വരെ നിങ്ങൾ ഈ സെക്ഷൻ നിങ്ങളുടെ സിലബസിലുണ്ടാവും. ഓക്കെ, 2027 വരെ നിങ്ങൾക്ക് ഈ സെക്ഷൻ പഠിക്കാനുണ്ടാവും. 73 പഠിക്കാനുണ്ടാവും, 74 പഠിക്കാനുണ്ടാവും. പിന്നെ എന്താ വ്യത്യാസം വെച്ചാൽ 2023, 24 അല്ലെങ്കിൽ അതിന് മുമ്പത്തെ വർഷങ്ങളിലെ ഫ്രോഡ് കേസ് ആണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഏതാണെന്ന് വെച്ചാൽ 73-യും 74 ആണ്. പിന്നെ ഏതാണ് പുതുതായിട്ട് വന്നതെന്ന് വെച്ചാൽ അപ്പോൾ 74-ലും അതാണ് 2023, 24 വരെ ഇതിൻ്റെ അപ്ലിക്കേഷൻ അതുവരെ ഉള്ളൂ. അതായത് 74 ആ വർഷം കഴിഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്. 74 ഇപ്പോഴും ഉണ്ട്, 73 ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതിൻ്റെ ഈ 74 നിങ്ങളുടെ സിലബസ് എത്ര ഉണ്ടാവും? 5 വർഷം, അതായത് 2029 വരെ നിങ്ങളുടെ സിലബസിനുണ്ടാവും. അറിയട്ടെ. അപ്പോൾ 74-ൻ്റെ അപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ 74 എന്നുള്ള സെക്ഷനിൽ നമുക്ക് നോട്ടീസ് അയക്കാൻ പറ്റുക ഏത് ഇയറുകളുടെ ഫ്രോഡുമായിട്ട് ബന്ധപ്പെട്ട 2023, 24 അങ്ങനത്തെ അങ്ങോട്ടുള്ള ഫ്രോഡുകളുമായി ബന്ധപ്പെട്ട. അപ്പോൾ നിങ്ങൾ എക്സാംസിൽ 2023, 24 നോട്ടീസ് അയക്കാൻ നിങ്ങൾ ഏത് പ്രകാരം? 74 പ്രകാരമാണ്. 74A എന്നുള്ള പുതിയ സെക്ഷൻ ഉണ്ടല്ലോ, ആ പുതിയ സെക്ഷൻ പറയാണ് 2024, 25 ഓൺവേർഡ്സ് ഇനി മുതലുള്ള ഫ്രോഡുകൾക്കും ഫ്രോഡ് അല്ലാത്ത കേസുകൾക്കും ഇനി മുതൽ അങ്ങോട്ട് നമ്മൾ എന്താണ് നോട്ടീസ് അയക്കുക ഏത് സെക്ഷൻ പ്രകാരം? 74A പ്രകാരം. അത് ഇനി മുതലുള്ള വർഷങ്ങൾക്ക് അങ്ങോട്ട് വരുന്ന മിസ്റ്റേക്കുകൾക്ക്. അറിയട്ടെ. അപ്പോൾ നിങ്ങൾ 73 പഠിച്ച ഒരാളാണ്, 74 പഠിച്ച ഒരാളാണെങ്കിൽ എക്സാക്ട്ലി അതേ കോൺസെപ്റ്റാണ് ഇവിടെ വരിക. ഇവിടെയും നമുക്ക് ആദ്യം ഷോ കോസ്റ്റ് നോട്ടീസ് അയക്കണം. ഷോ കോസ്റ്റ് നോട്ടീസിൽ ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി ഒക്കെ കാണിക്കണം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, 1000-ന് താഴെയാണെങ്കിൽ അങ്ങനെ എന്താണ് നോട്ടീസ് അയക്കേണ്ട. പിന്നെ അതുപോലെ ടൈം ലിമിറ്റ് എപ്പോഴാണ്? നമ്മൾ അവിടെ പഠിച്ച 2 years, 9 months അങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ, അതുപോലെ ഷോ കോസ്റ്റ് നോട്ടീസ് അയക്കേണ്ടതെന്ന് വെച്ചാൽ ടു ബി ഇഷ്യൂഡ് 42 months ഫ്രം ദ ഡ്യൂ ഡേറ്റ് ഓഫ് ആനുവൽ റിട്ടേൺ ഫോർ ഫിനാൻഷ്യൽ സച്ച് ടാക്സ് എന്താണ്, അല്ലെങ്കിൽ വിത്തിൻ 14 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഏർണേഴ്സ് റീഫണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ 42 മാസമാണ് ഫ്രം ദ ഡ്യൂ ഡേറ്റ് ഓഫ് ആനുവൽ റിട്ടേൺ. ആനുവൽ റിട്ടേൺ ഡ്യൂ ഡേറ്റ് ആവുന്നത് 42 മാസമാണ് നമുക്ക് സമയം, നമുക്ക് നോട്ടീസ് അയക്കാനുള്ള സമയം. ഓക്കെ, അതാണ് നമ്മുടെ 74A പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഇഷ്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഇൻസ്റ്റെഡ് ഓഫ് കംപ്ലീറ്റ് ഷോ കോസ്റ്റ്. ഇത് 73-ൽ പറഞ്ഞ സംഭവമാണ്. 73-ൽ പറയാണ് നമ്മളുടെ എന്താ പറയുക, നിങ്ങൾ ഇപ്പോൾ 2023, 24 നോട്ടീസ് അയച്ചു, അതേ ഫ്രോഡ് നിങ്ങൾ 2022, 23 ചെയ്തിട്ട് വിചാരിക്കാം. അത് നോട്ടീസ് അയച്ചതിന് ശേഷം മനസ്സിലാക്കി വിചാരിക്കാം. അപ്പോൾ 2022, 23 പുതിയ ഒരു നോട്ടീസ് അയക്കേണ്ട ആവശ്യമില്ല, അതൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ മതി. അത് തന്നെയാണ് ഈ പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ഇത് ഓർത്തിരിക്കേണ്ടത്, ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 74A സബ്സെക്ഷൻ 5 പഠിക്കാം, നിർബന്ധമായിട്ട് പഠിക്കണം. 74A സബ്സെക്ഷൻ 5
ക്ലോസ് 1 ഉണ്ട്, ക്ലോസ് 2 ഉണ്ട്. ക്ലോസ് 1 ഈസ് ഈക്വൽ ടു 73, ക്ലോസ് 2 ഈസ് ഈക്വൽ ടു നമുക്ക് 73 അതർ ദാൻ ഫ്രോഡും 74 ഫ്രോഡും അല്ലേ. 74A രണ്ടും ഒരുമിച്ചാണ്. ഫ്രോഡ് കേസും അല്ലാത്ത കേസും ഒക്കെ 74A ഒരുമിച്ച് ഒറ്റ സെക്ഷനാണ്. അപ്പോൾ എങ്ങനെയാണ് 74A51 ആണ് ഫ്രോഡ് അല്ലാത്ത കേസ്, 74A52 ആണ് ഫ്രോഡുള്ള കേസ്. അപ്പോൾ എത്രയാണ് നമ്മൾ പെനാൽറ്റി കൊടുക്കുകയെന്ന് വെച്ചാൽ, ഫ്രോഡ് അല്ലാത്ത കേസ് ആണെങ്കിൽ നേരത്തെ പോലെ തന്നെ 10% ടാക്സ് അല്ലെങ്കിൽ 10,000 വിച്ച് ഒരു ഹയർ, മറ്റേതാണെങ്കിൽ 100% ടാക്സ് ആണ് പെനാൽറ്റി വരിക. പിന്നെ ഓർഡർ എന്ത് ചെയ്യണം, നമ്മൾ പാസ്സാക്കണം. ടൈം ലിമിറ്റ് ഫോർ പാസിംഗ് ഓർഡർ എത്രയെന്ന് വെച്ചാൽ 12 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്വൻസ് ഓഫ് നോട്ടീസാണ്. നേരത്തെ പോലെ മറ്റേ പോലെ അല്ല 5 years ഫ്രം ദ അങ്ങനെയല്ല. ഇവിടെ എന്താണ്, നമ്മൾ നോട്ടീസ് അയച്ചതിൻ്റെ വിത്തിൻ 12 months എന്ത് ചെയ്യണം, ഓർഡർ പാസ്സാക്കണം അല്ലേ. പിന്നെ അത് ടൈം ലിമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ആർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ കമ്മീഷണർക്കോ അല്ലെങ്കിൽ ഓഫീസർ നോട്ട് ബൈ ദ റാങ്ക് ഓഫ് ജോയിൻറ്റ് കമ്മീഷൻ, അങ്ങനെ അവർക്കൊക്കെ എന്ത് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഫോർ ഫർദർ 6 months എന്ത് ചെയ്യാം, അവർക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി ബാർ ഓൺ ഇഷ്യൂ ഓഫ് ഷോ കോസ് നോട്ടീസ്, ഇത് നമ്മൾ 73, 74 പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒന്നെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണോ, നമ്മൾ ഇതും 73ലും 74 എക്സാം ഓൾറെഡി ചോദിച്ചാണ്. ഇനി നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 74A ചോദിക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം 74A എന്താണ് 73, 74ലും ചോദിക്കാം, അല്ലെങ്കിൽ 74ലും അവർക്ക് എന്ത് ചെയ്യാം, അത് ചോദിക്കാൻ 4Aലും ചോദിക്കാൻ സാധിക്കും. അതായത് അവർ പറയാണ്, നിങ്ങൾ ഷോക്കോസ് നോട്ടീസ് വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്തു, ടാക്സും പെനാൽറ്റിയും ഒക്കെ അടച്ചു വിചാരിക്കാം. ഷോക്കോസ് നോട്ടീസ് വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്തു, ടാക്സും പെനാൽറ്റിയും ഒക്കെ അടച്ചു വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇനി നിങ്ങൾക്ക് ഷോക്കോസ് നോട്ടീസ് അയക്കേണ്ട ആവശ്യമില്ല. അതാണത്. ഇനി അതല്ലെങ്കിൽ ഷോക്കോസ് നോട്ടീസ് അയച്ചു, ഷോക്കോസ് നോട്ടീസൊക്കെ അയച്ചു, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തു, വിത്തിൻ 60 days എന്ത് ചെയ്തു, നിങ്ങൾ പിന്നെ എന്താണ് പേയ്മെൻറ്റ് ചെയ്തു. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അങ്ങനെയാണെങ്കിൽ എല്ലാ നോട്ടീസും കൺക്ലൂഡായി, ഇനി യാതൊരു പ്രൊസീഡിങ്സും ഇല്ല. ഇനി അതുപോലെ തന്നെ ഇത് ബേസിക്കലി എന്താണ്, അതർ ദാൻ ഫ്രോഡാണ്. ഇത് ഫ്രോഡ് കേസ് ആണെങ്കിൽ നിങ്ങൾ നേരത്തെ ടാക്സും ഇൻട്രസ്റ്റും കൊടുത്താൽ മതി. ഇവിടെ ടാക്സും ഇൻട്രസ്റ്റും 15% ഓഫ് ദ പെനാൽറ്റി കൊടുക്കണം. അതായത് 15% പെനാൽറ്റി കൊടുക്കണം. അങ്ങനെ പിന്നെ ഷോക്കോസ് നോട്ടീസ് വരില്ല. ഇനി ഷോക്കോസ് നോട്ടീസ് വന്നതിന് ശേഷമാണെങ്കിൽ 25% പെനാൽറ്റി കൊടുത്താലും പ്രൊസീഡിങ്സ് എല്ലാം സെറ്റാവും. ഇനി ഓർഡർ പാസ്സാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, 60 ദിവസം കൊണ്ട് 50% കൊടുത്താലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ബാക്കി പെനാൽറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മൾ ഇതേപോലത്തെ സംഭവങ്ങൾ 74, 73 പഠിച്ച ഓർമ്മയുണ്ടോ, അതുതന്നെയാണ്. പക്ഷേ ഈ റിലാക്സേഷൻ ഒന്നും ആർക്ക് ബാധകമല്ല. നമ്മൾ സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് പേ ചെയ്യാത്ത കേസിൽ വിത്തിൻ 30 days പേ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു റിലാക്സേഷൻ ബാധകമല്ല. അപ്പോൾ സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് പേ ചെയ്യാത്ത കേസിൽ ഇത് വരില്ല. പിന്നെ എപ്പോഴാണ് വരിക, ഷോർട്ട് പേയ്മെൻ്റ് ആയിരിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ പറയാണ് GSTR 3B എപ്പോഴാണ് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് പേ ഈ സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് പേ ചെയ്തില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, അതെന്താ അർത്ഥം? അതിനകത്തുള്ളൂ GSTR 1 സബ്മിറ്റ് ചെയ്തു, പക്ഷേ അതിൽ കാണിച്ച ടാക്സ് 3B കൊടുത്തില്ല. ഇതാണ് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് കൊടുത്തില്ല എന്ന് പറയാം കേട്ടോ. സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് നമ്മൾ അസസ് ചെയ്ത ടാക്സ്, അതാണ് GSTR 1. അത് നമ്മൾ എന്ത് ചെയ്തില്ല, 3B കൊടുത്തില്ല. അതാണ് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് നോട്ട് പെയ്ഡ്. അങ്ങനെയാണ് അത് വരിക. ആർ ഗെറ്റിംഗ് എവരിവൺ? യെസ്. അപ്പോൾ അങ്ങനെ കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഈ റിലാക്സേഷൻ കിട്ടില്ല. ഓക്കെ ഫൈൻ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 74 മോസ്റ്റ്ലി ഒരു തിയറി ക്വസ്റ്റൻ ആയിരുന്നു ചോദിക്കുന്നുണ്ടാവുക. കാരണം അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻ വരുന്നെങ്കിൽ നമുക്ക് 2023 അങ്ങോട്ടുള്ള നോട്ടീസ് വരും. അപ്പോൾ നമ്മൾ 73, 74 തന്നെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ ഫൈൻ. അപ്പോൾ അതാണ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അമെൻമെൻ്റ് ആയിട്ടുള്ളത്. പിന്നെ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്, ഇത് പിന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് 74A ബന്ധപ്പെട്ടൊരു അമെൻമെൻ്റ് ആണ്. പിന്നെ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട് ഓർമ്മ, നമുക്ക് 74 നോട്ടീസ് അയച്ചു, പക്ഷേ 74 നോട്ടീസ് സസ്റ്റൈനബിൾ അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി 73 നോട്ടീസ് ആവും പറഞ്ഞ ഓർമ്മ ഉണ്ടോ അല്ലേ? അതേ പിന്നെ സംഭവമാണ്. ഇപ്പം നമുക്കറിയാം 73ക്ക് പകരം ഏതാണ് 74A1 74 പകരം 74A2 അല്ലേ. അപ്പോൾ അവർ 7452 നോട്ടീസ് അയച്ചു, ഫ്രോഡ് നോട്ടീസ് അയച്ചു. പക്ഷേ കോടതി പറഞ്ഞു ഫ്രോഡ് അല്ല. അപ്പോൾ ഓട്ടോമാറ്റിക് അത് 1 ആയി മാറും, ഫ്രോഡ് അല്ലാത്ത കേസ് നോട്ടീസായിട്ട് മാറും. ഓക്കെ ഫൈൻ. പിന്നെ ഏതായിരുന്നു എന്ന് വെച്ചാൽ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ് വന്ന ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ അപ്പീലിൻ്റെ കേസ് നല്ലൊരു കുറേ അമെൻമെൻറ്റ്സ് ഉണ്ട്. പ്രീ ഡെപ്പോസിറ്റ്സിൻ്റെ കേസിലൊക്കെ നല്ല അമെൻമെൻറ്റ്സ്. അപ്പോൾ അപ്പീൽ ഞാൻ ഇൻകം ടാക്സും ഇതൊക്കെ ഒരു കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് പറയുക, അപ്പീലിൻ്റെ കേസിൽ പ്രീ ഡെപ്പോസിറ്റ്സിൻ്റെ കേസിൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കറിയാം നമ്മൾ ഫസ്റ്റ് അപ്പീൽ ചെയ്താൽ ഇല്ലേ, നമ്മൾ ആദ്യമായിട്ട് പിന്നെ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ അപ്പലേറ്റ് അതോറിറ്റിയാണ്. അപ്പലേറ്റ് അതോറിറ്റിൻ്റെ അടുത്ത് നമ്മൾ പ്രീ ഡെപ്പോസിറ്റ് കൊടുക്കണം. എത്ര പ്രീ ഡെപ്പോസിറ്റ് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ഫുള്ളായിട്ട് കൊടുക്കണം. അക്സെപ്റ്റ് ചെയ്യാത്തതോ 10% ഓഫ് ദ റിമൈൻഡ് എമൗണ്ട് ഓഫ് ടാക്സ് അല്ലേ, ടാക്സിൻ്റെ 10%. മറ്റത് എല്ലാ ഇൻട്രസ്റ്റ് എല്ലാം കൊടുക്കണം, പക്ഷേ ടാക്സിൻ്റെ 10%. പക്ഷേ മാക്സിമം 20 crore കൊടുത്താൽ ദിസ് ഇസ് അമെൻമെൻറ്റ്. ഓക്കെ, അപ്പോൾ മാക്സിമം 20 കോടി കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ. നൗ
പിന്നെ എന്താണ് അതിൻ്റെയൊക്കെ എക്സാമ്പിളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, എങ്ങനെ പ്രീ ഡെപ്പോസിറ്റ് ഒക്കെ കമ്പ്യൂട്ട് ചെയ്യാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇതേപോലെ തന്നെ നമ്മുടെ അപ്പലറ്റ് ട്രിബ്യൂണടുത്ത് പോലെ അപ്പലറ്റ് ട്രിബ്യൂണടുത്ത് പോകുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യണം, പ്രീ ഡെപ്പോസിറ്റ് കൊടുക്കണം അല്ലേ. അതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അപ്പലറ്റ് അതോറിറ്റിനടുത്ത് നമ്മളെപ്പോഴും വിത്തിൻ 3 months ഫ്രം ദ കമ്മ്യൂണിക്കേഷൻ ഓർ ഡേറ്റ് നോട്ടിഫൈഡ് ബൈ ഗവൺമെൻറ് വിച്ച് ഇസ് ലേറ്റർ ആണ്, അങ്ങനെ സാധനം ആഡ് ചെയ്തു. പിന്നെ ഫീ ഫോർ അപ്പീലിനും ചെറിയ അമെൻമെൻറ്റ് ഉണ്ട്. കഴിഞ്ഞ തവണ തന്നെ ഒരു അമെൻമെൻറ്റ് ഉണ്ടായിരുന്നു, മിനിമം 5,000 എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു. മാക്സിമം ഓക്കെ, അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഓർഡർ നോട്ട് ഇൻവോൾവ് എനി ടാക്സ് ഫൈൻ, അപ്പോഴും ഫീ എത്രയായിരിക്കും, 5,000 അല്ലേ. അപ്പോൾ ബേസിക്കലി ഈ ഒരു മിനിമം എന്നുള്ള എമൗണ്ടും അല്ലെങ്കിൽ എന്താണ് ടാക്സ് ഇല്ലാത്ത ഒരു ഓർഡർ ആണെങ്കിൽ അപ്പോൾ നമ്മൾ 5,000 ആണ് ഫീ കൊടുക്കേണ്ടത്. ഫീ ആണ് കേട്ടോ. ഇത് പലപ്പോഴും കുട്ടികൾ തെറ്റിദ്ധരിക്കാറുണ്ട്, ഫീയും പ്രീ ഡെപ്പോസിറ്റ് ഒന്നാണ്. അല്ല, ഫീ വേറെ തന്നെയാണ്, അത് തിരിച്ചിട്ടില്ല. പ്രീ ഡെപ്പോസിറ്റ് നമ്മൾ തിരിച്ചിട്ടു, നമുക്ക് ടാക്സ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ പിന്നെ ഇവിടെയും പ്രീ ഡെപ്പോസിറ്റ്സിൽ എന്താ പറയുക, പിന്നെ മെമ്മോറാണ്ടം ഓഫ് ക്രോസ് ഒബ്ജക്ഷൻ നമുക്ക് വേണമെങ്കിൽ മാനുവലി ഫയൽ ചെയ്യാം. അപ്പീൽ വേണമെങ്കിൽ മാനുവലി ഫയൽ ചെയ്യാൻ പറ്റും അല്ലേ. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മെമ്മോറാണ്ടം ഓഫ് ക്രോസ് ഒബ്ജക്ഷൻസ് അല്ലേ, അതും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മാനുവലിൻ്റെ ഫയൽ ചെയ്യാം. ഇനി പ്രീ ഡെപ്പോസിറ്റ്സിൻ്റെ കേസിൽ എന്താ അമെൻമെൻറ്റ്, നമ്മൾ അവിടെ ഒരു 10% കൊടുത്തു, പിന്നെ അപ്പീലിൻ്റെ അതോറിൻ്റെ അടുത്ത്. ഇനി നമ്മൾ അപ്പീൽ ട്രിബ്യൂണൽ അടുത്ത് പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ അക്സെപ്റ്റ് ചെയ്ത ഫുൾ എമൗണ്ട് കൊടുക്കണം, അല്ലാത്തതിൻ്റെ 10% ഓഫ് ദ ടാക്സ് നമ്മൾ കൊടുക്കണം. അത് 10% ആക്കി മാറ്റി, ദാറ്റ് ഈസ് അമെൻമെൻറ്റ്. 10%. ഓക്കെ. മാക്സിമം 20 crore. അപ്പോൾ ബേസിക്കലി സിമിലർ പ്രീ ഡെപ്പോസിറ്റ്സ് അവിടെ നമ്മൾ SGST ആക്ടിലും ഉണ്ടാവും. അപ്പോൾ മാക്സിമം എത്ര വരിക നോക്കൂ നിങ്ങൾ, അവിടെ അപ്പലറ്റ് അതോറിൻ്റെ അടുത്ത് 20 അല്ലേ, ഇപ്പോൾ 20 + 20 അവിടെ 40 crore, ഇവിടെയും 40 ആണ്, കാരണം 20 + 20 ആണ് അല്ലേ. ഇവിടെ അമെൻമെൻറ്റ് ഉണ്ട് കേട്ടോ 20. ഓക്കെ. ഇവിടെയും 20 ആക്കി മാറ്റി മാക്സിമം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അമെൻമെൻറ്റ്. അതിൻ്റെയും എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ബുക്കിൽ വായിക്കാം. ഓക്കെ, റെഡി. സോ അതും എക്സാമിൽ നല്ല രീതിയിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. സോ ബി കെയർഫുൾ ബഡീസ്. ഓക്കെ. പിന്നെ അഡ്വാൻസ് റൂളിങ്സിലും ഒന്നും അമെൻമെൻറ്റ്സ് ആയിട്ട് നമുക്ക് വല്ലാതെ ഇല്ല. പിന്നെയുള്ള അമെൻമെൻറ്റ് എവിടെ നമുക്ക് നോക്കാം, ആൻറ്റി പ്രോഫിറ്ററിങ്ങിലും അങ്ങനെ അമെൻമെൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ കസ്റ്റംസ് ലോയിൽ നമുക്ക് അമെൻമെൻറ്റ് ഉണ്ടോ നോക്കണേ. കസ്റ്റംസ് ലോയിൽ അങ്ങനെ അമെൻമെൻ്റ് ആയിട്ടൊന്നും അങ്ങനെ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. കസ്റ്റംസ് ലോ ഇതിലൊന്നും അമെൻമെൻറ്റ്, ICGR റൂളിൽ ഒരു അമെൻമെൻറ്റ് ഉണ്ട്. ഓക്കെ. ICGR റൂൾ 2022 പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിലെന്താ അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ അത് ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റി. നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ചെയ്യണം, ഒരു ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യണം അടുത്ത ഇതിൽ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ദ മാക്സിമം പീരീഡ് ഫോർ വിച്ച് ക്യാൻ ബി സെൻഡ് ടു ജോബ് വർക്കർ ഷാൾ ബി 1 year. അതായത് നമ്മൾ ഈ ജോബ് വർക്കർക്ക് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ സെൻഡ് ചെയ്യാൻ പറ്റും ICGR ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ. പക്ഷേ അത് ബേസിക്കലി അത് 1 yearൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, സെൻഡ് ചെയ്യാം. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ് ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ ICGR റൂളിൽ ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 1 amendment. ഓക്കെ. പിന്നെ ആ അമെൻമെൻറ്റ് തന്നെയാണ് താഴേക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ക്വാർട്ടർ മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ GSTയിലെ ക്വാർട്ടർ തന്നെയാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് കസ്റ്റം ഡ്യൂട്ടിയിലൊന്നും അമെൻമെൻറ്റ് ഇല്ല. നോ അമെൻമെൻറ്റ്സ്. പിന്നെ ഏതാണ്, പിന്നെ അവിടെ അമെൻമെൻറ്റ് നോക്കട്ടെ. ക്ലാസിഫിക്കേഷൻസിൽ അമെൻമെൻറ്റ് ഇല്ല. ഡ്യൂട്ടി ലയബിലിറ്റിയിൽ അമെൻമെൻറ്റ് ഇല്ല. പിന്നെ എവിടെയായിരുന്നു മക്കളെ അമെൻമെൻറ്റ്സ് വല്ലതും ഉണ്ടോ നോക്കട്ടെ. ഞാൻ ഫുൾ അങ്ങോട്ട് തീർത്ത് നിങ്ങൾക്കൊരു സമാധാനമാവുമല്ലോ. എവിടെയൊക്കെ അമെൻമെൻറ്റ് ഇല്ല എന്ന് നിങ്ങൾക്ക് ഇതിൽ വാല്യുവേഷൻ ഒന്നും അമെൻമെൻറ്റ് ഇല്ല. വാല്യുവേഷൻ പിന്നെ അമെൻമെൻറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ ഉറപ്പായാലും ഒരു ക്വസ്റ്റൻ ഉണ്ടാവും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സിലും അമെൻമെൻ്റ് ഒന്നുമില്ല. കഴിയില്ലേ. പിന്നെ FTP ആണ്. FTPയിലും അമെൻമെൻറ്റ് ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സ്റ്റോറിൻ്റെ കേസിൽ അമെൻമെൻറ്റ് ഇല്ല. ഡ്യൂട്ടി ഡ്രോബാക്ക് CF ഫൈനൽ ഇല്ല കേട്ടോ, അത് CMF ഫൈനലാണ്. പക്ഷേ ഡ്യൂട്ടി ഡ്രോബാക്ക് പറയുന്നുണ്ട്, FTPയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ അതിൽ കൊടുത്തത്. ബാഗേജ് റൂൾസിലൊന്നും അമെൻമെൻറ്റ് ഇല്ല. ഓക്കെ. പിന്നെ വെയർ ഹൗസിംഗ് അമെൻമെൻറ്റ് ഇല്ല. പിന്നെ FTPയിലും വല്ല അമെൻമെൻറ്റ്സ് ഉണ്ടോ നോക്കൂ. FTP നമുക്കറിയാം അതൊരു ഒരു ഗൈഡ് ലൈൻസ് ആണ് നമുക്കറിയാം. ഇറ്റ്സ് നോട്ട് ആൻ ആക്ട്, ഒരു ആക്ട് ഒന്നല്ല. പക്ഷേ ഉറപ്പായ നല്ലൊരു തിയറി ക്വസ്റ്റൻ എപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, 1-2 തിയറി ക്വസ്റ്റൻ ചോദിക്കാറുണ്ട്. സോ ബി കെയർഫുൾ. FTP ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് വായിക്കാൻ മടിയാണത്, അതുകൊണ്ടാണ് ഞാൻ വളരെ ചുരുക്കി കൊടുത്തിട്ടുണ്ട്, മാക്സിമം ചുരുക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും വായിക്കണം FTP. ഓക്കെ. FTPന് വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ? ഇല്ല. അതിലും അമെൻമെൻറ്റ്സ് ആയിട്ടൊന്നും ഇല്ല തോന്നുന്നു. നോ അമെൻമെൻറ്റ്സ് അല്ലേ.
ഹലോ ഇല്ല. അപ്പോൾ നമ്മളുടെ ഇത് ഇവിടെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ ബുക്ക് വായന ഇവിടെ അവസാനിക്കട്ടെ. ഇനി പ്രൊഫഷണലായിട്ട് മാത്രം എൻ്റെ ബുക്ക് റെഫർ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടെന്നാണ് അതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഭാഗ്യം ഉണ്ടാവട്ടെ. സോ എനിവേ നമ്മൾ പിന്നെ ചെറുതായിട്ട് വിട്ട ഒരു 2 കാര്യങ്ങളുണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഒന്ന് വൗച്ചറിൻ്റെ ഒരു പിന്നെ കേസും പറയുന്നുണ്ട്, പിന്നെ വാലുവേഷൻ്റെ ഒരു കേസും പറയുന്നുണ്ട് അല്ലേ. വൗച്ചറിൻ്റെ കേസ് നമുക്ക് പിന്നെ ടൈം ഓഫ് സപ്ലൈൻ്റെ കേസിലാണ് സോ ലെറ്റ്സ് കമ്മിങ് ടു ദാറ്റ് അല്ലേ. എന്താണെന്ന് വെച്ചാൽ വൗച്ചറിൻ്റെ കേസിൽ വൗച്ചർ നമുക്കറിയാം എന്താണ് വൗച്ചർ, കൂപ്പൺസ് ആണ്, പർച്ചേസ് കൂപ്പൺസ് ആണ്. പർച്ചേസ് കൂപ്പൺസിൻ്റെ കേസിൽ നമുക്കറിയാം സപ്ലൈ ഐഡൻറ്റിഫയബിൾ ആണെങ്കിൽ കൂപ്പൺ കൊടുക്കുന്ന ഡേറ്റ് ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ ഐഡൻറ്റിഫൈ, അല്ലെങ്കിൽ നമ്മൾ റിഡംഷൻ്റെ ഡേറ്റ് ആയിരിക്കും അല്ലേ. ഇനി ശരിക്കും അങ്ങനെയൊന്നും ചെയ്യണ്ട. കാരണം അവർ പറയാണ് ഇതിൻ്റെ ഒരു ഉള്ളടക്കം പറയാം. നമ്മൾ വൗച്ചറിന് 2 രീതിയിലാണ് ട്രീറ്റ് ചെയ്യുക. ഒന്നൊരു പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് കണക്കാക്കാം, അതുപോലെ തന്നെ പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻ്റ് അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, കണക്കാക്കാം. പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ അതൊരു മണി ഡെഫിനിഷനിൽ വരും. മണി ഡെഫിനിഷൻ എന്നൊരു സപ്ലൈ അല്ല. ഇനി പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻറ്റിൽ കവർഡ് അല്ല എങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ പിന്നെ എന്താണ് ഇതിനൊരു ആക്ഷനബിൾ ക്ലെയിംസ് ആയിട്ട് കണക്കാക്കാം. അപ്പോഴും സപ്ലൈ അല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ വൗച്ചർ സപ്ലൈ അല്ല. സപ്ലൈ വരുന്നത് നമ്മൾ ടൈം ഓഫ് സപ്ലൈ കണ്ടെന്നത് അല്ലേ. അതാണ് ശരിക്കും ക്ലാരിഫിക്കേഷന് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ കുറേ ക്ലാരിഫിക്കേഷൻ്റെ കുറേ ക്ലാരിഫിക്കേഷൻ പറഞ്ഞ സംഭവം നിങ്ങൾക്കത് വായിച്ചാൽ മനസ്സിലാവും. ഒന്നാമത്തത്, ട്രാൻസാക്ഷൻ ഇൻ വൗച്ചർ ഇറ്റ് സെൽഫ് കനോട്ട് ബി കൺസിഡർ സപ്ലൈ. അതുകൊണ്ട് അണ്ടർലൈയിങ് ഗുഡ്സ് ഓർ സർവീസ് അത് സപ്ലൈ ആണ്. ഇപ്പോൾ വൗച്ചർ സപ്ലൈ അല്ല, പക്ഷേ വൗച്ചറിൻ്റെ ഉള്ളിൽ ഗുഡ്സ് എന്താണ്, സപ്ലൈ ആണ്. പിന്നെ GST ട്രീറ്റ്മെൻറ്റ് ഇൻ കേസ് ഓഫ് ട്രാൻസാക്ഷൻ വൗച്ചേഴ്സ് ബൈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എക്സെട്ര. വൗച്ചേഴ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, സബ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആസ് എ പ്രിൻസിപ്പൽ ടു പ്രിൻസിപ്പൽ ബേസിസ്. ഇത് ഡിസ്ട്രിബ്യൂട്ടർ പർച്ചേസ് voucher from the voucher in issue at discount rate and issue the customer at a margin. Such a trading vouchers neither goods or service, hence no GST. Where voucher distributed through the distributor or subdistributor on a commission basis, such case payable on commission. ഒന്നുമില്ല നമ്മളുടെ കേസിൽ. ഇപ്പോൾ വൗച്ചർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു മെയിൻ കമ്പനി, ആ മെയിൻ കമ്പനിയുടെ കയ്യിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടർ എന്ത് ചെയ്യും, ഈ വൗച്ചർ ഇപ്പോൾ 100 രൂപേൻ്റെ വൗച്ചർ ആണെങ്കിൽ ഒരു 90 രൂപയ്ക്ക് വാങ്ങി വിചാരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യും, കസ്റ്റമർക്ക് 100 രൂപയ്ക്ക് വിൽക്കും. അപ്പോൾ ഇയാളുടെ ഒരു എന്താണ് മാർജിൻ 10 രൂപയാണ്. ബേസിക്കലി അവർ പറയാണ് ഇതൊരു സപ്ലൈ അല്ല. ഇങ്ങനെ വിൽക്കുന്ന സമയത്ത് അത് എന്താണ്, സപ്ലൈ അല്ല. എന്താണ് വൗച്ചർ എന്തല്ല, സപ്ലൈ അല്ല. അതുകൊണ്ട് നോ GST. പക്ഷേ കമ്മീഷനിലാണെങ്കിൽ ഇപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യും, അങ്ങനെയല്ല. ഇവർ ഓരോ വൗച്ചർ വിൽക്കുന്നതിനും ഇവരൊരു കമ്മീഷൻ കൊടുക്കണമെന്ന് വിചാരിക്കാം. ഈ മെയിൻ സപ്ലയർ കമ്മീഷൻ കൊടുക്കണം, കമ്മീഷന് മേലെ GST കൊടുക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. പിന്നെ GST ട്രീറ്റ്മെൻറ്റ് ഓൺ അഡ്വർടൈസ്മെൻറ്റ്, എന്താണ് കോ ബ്രാൻഡിങ്, മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ. ഇൻ സച്ച് കേസ് സർവീസ് ചാർജ്, അഫിലിയേഷൻ ചാർജ്, അതർ എമൗണ്ട് ഫോർ സപ്ലൈ സച്ച് അഡീഷണൽ സർവീസ് ടു ദ ഇഷ്യൂർ ലയബിൾ ടു GST. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക ഇങ്ങനത്തെ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ചാർജ് വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് GST കൊടുക്കേണ്ടി വരും. പിന്നെ GST അൺറെഡീംഡ് വൗച്ചേഴ്സ്, ദ എമൗണ്ട് അട്രിബ്യൂട്ട് അൺറെഡീംഡ് വൗച്ചേഴ്സ് കനോട്ട് ബി ട്രീറ്റ് ആസ് മോണിറ്ററി വാല്യൂ ഓഫ് എനി ആക്ട് ഓർ ഫോർബിയൻസ്. അതും എന്തായിട്ട് കണക്കാക്കാൻ പറ്റില്ല, സപ്ലൈ കണക്കാക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഒരാൾ വൗച്ചർ വാങ്ങി, പക്ഷേ വൗച്ചർ എന്ത് ചെയ്യില്ല, റെഡീം ചെയ്താൽ വിചാരിക്കുക എന്ന് വിചാരിച്ച് നമുക്ക് അതൊരു പിന്നെന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഒരു കാര്യം ചെയ്യാതിരുന്നാലും സപ്ലൈ ആണ്. അതൊരിക്കലും അങ്ങനെ കണക്കാക്കേണ്ട, ഒരിക്കലും സപ്ലൈ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ വൗച്ചർ സപ്ലൈ അല്ല ശരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നോ ടൈം ഓഫ് സപ്ലൈ ആക്ച്വലി ദേ വിൽ നോട്ട് ആസ്ക് ഫോർ ഗെറ്റിംഗ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ ഉള്ളത് വാല്യൂ ഓഫ് സപ്ലൈ ആണ്. വാല്യൂ ഓഫ് സപ്ലൈൻ്റെ കേസിൽ വാട്ട് ദേ ആർ സേയിങ് ഈസ് ഓക്കെ. വാല്യൂ ഓഫ് സപ്ലൈൻ്റെ കേസിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് വാല്യൂ ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് റിലേറ്റഡ് പേഴ്സൻ്റെ കേസിൽ നമ്മൾ എങ്ങനെ കണ്ടെത്താം അല്ലേ. ബിറ്റ്വീൻ ഡിസ്റ്റൻറ്റ് പേഴ്സൺ റിലേറ്റഡ് റൂൾ 28 ആണ്. ഇപ്പോൾ റൂൾ 28 നമുക്കറിയാം കുറേ ITs അങ്ങനെ കുറേ തിയറി പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ എന്താണ് പുതിയൊരു സംഭവം എന്ന് വെച്ചാൽ, ഇൻ കേസ് ഓഫ് ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫ്രം റിലേറ്റഡ് പേഴ്സൺ ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ദ റെസിപ്പിയൻ, അതായത് ഡൊമസ്റ്റിക് എൻറ്റിറ്റി ഷാൾ പേ ദ GST അണ്ടർ RCM. നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് ദ ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് അണ്ടർ സെക്ഷൻ 31(3)(f) അതാണ് സെൽഫ് ഇൻവോയ്സ്. ഓക്കെ, നൗ ആൻഡ് സച്ച് വാല്യൂ ഡിക്ലെയർ ഇൻവോയ്സ് ഷാൾ ബി ഡീംഡ് ടു ബി ദ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ. ഫർദർ ഇഫ് ദ റെസിപ്പിയൻ നോട്ട് എലിജിബിൾ ഫോർ ഫുൾ ITs ആൻഡ് നോ ഇൻവോയ്സ് ഇഷ്യൂഡ് ദെൻ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഇസ് നിൽ. അതായത് ഒന്നുമില്ല, പിന്നെ എന്താ പറയുക, നമ്മളുടെ ഒരു ഇമ്പോർട്ടേഷൻ്റെ കേസിൽ റിലേറ്റഡ് പേഴ്സണെ കയ്യിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിലും എന്തായിക്കോട്ടെ റെസിപ്പിയൻ്റ് ആണ് GST അടയ്ക്കേണ്ടത്. ആൻഡ് റെസിപ്പിയൻ്റ് ആണ് അപ്പോൾ ഇൻവോയ്സ് കൊടുക്കേണ്ടി വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ റെസിപ്പിയൻ്റെ ഇൻവോയ്സിൽ കാണിച്ച വാല്യൂ തന്നെ എന്തായിട്ട് കണക്കാക്കും, ഓപ്പൺ മാർക്കറ്റ് വാല്യൂ. ഇനി വാല്യൂ കാണിച്ചില്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ നില്ലായിട്ട് കണക്കാക്കും. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല അല്ലേ. അപ്പോൾ അവിടെ സംഭവമായിട്ടൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെ തന്നെയുള്ള നമുക്ക് ഒരു IDTയിൽ നമുക്ക് അമെൻമെൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഞാൻ അമെൻമെൻറ്റ് കറക്റ്റായിട്ട് അതിൻ്റെ ഏരിയാസ് പറഞ്ഞിട്ടുണ്ട്. കുറച്ചൊക്കെ എൻ്റെ ഡീറ്റെയിൽ ഇതിലേക്ക് പോയിട്ടുണ്ട്. ഒരു റെഗുലർ ക്ലാസ് പോലെ പോയിട്ടില്ല. കാരണം ഇത്രയും അമെൻമെൻറ്റ് നമുക്കൊരു ഒരു മണിക്കൂർ, ഒരു 20 മിനിറ്റും അല്ലേ. അപ്പോൾ അതിലാണ് നമ്മൾ തീർത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ വായിച്ചു നോക്കുക. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻസിലൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. സോ എനിവേ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടാൻ ഇതൊന്നും അല്ല, ഇഷ്ടപ്പെടും. കാരണം ഇത് ഒരു അമെൻമെൻറ്റ് സെഷൻ ആയിരുന്നു.
അപ്പോൾ നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ആൻഡ് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു വെരി മച്ച് ബഡീസ്.